या मुज़म्मिल नूर मुजस्सम या हबीबी या मौलाई तस्वीर कमाल मोहब्बत तनवीर जमाल खुदाई या मुज़म्मिल नूर मुजस्सम या हबीबी या मौलाई तस्वीर कमाल मोहब्बत तनवीर जमाल खुदाई या मुज़म्मिल नूर मुजस्सम तेरी एक नजर के तालिब तेरी एक नजर के तालिब तेरी एक सुखन पर कुर्बान सल्लल्लाहु तेरी अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नु'मिनु बिहि व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना व मन यहदिहिल्लाहु फला मुदिल्ल लहु मन युद्लिल्हु फला हादिय लहु نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهه سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله يا إلهي مدد سيم يا إلهي غوث سيم يا إلهي نصر سيم كلنا عونا معينا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله شيخ نسيم പൂമലരെ അല്ലാ അടവൊരു നാട്ടിൻ്റെ തേന്മലരെ ശൈഖു നസീം പൂമലരെ അല്ലാ അടവൊരു നാട്ടിൻ്റെ തേന്മലരെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീഹി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹത്വങ്ങൾ നിറഞ്ഞുള്ള വലിയാണ് അല്ലാഹ് ഖുത്ബുൽ ആലം നൂറാണ് മഹത്വങ്ങൾ നിറഞ്ഞുള്ള വലിയാണ് അല്ലാഹ് ഖുത്ബുൽ ആലം നൂറാണ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീഹി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ രാജാദി രാജാവായ റബ്ബേ ഞങ്ങളെ ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനേ. മടവൂരിന്റെ മലർവാടിയിൽ മൺപുതച്ച് കിടക്കുന്ന മഹാനായ ശൈഖ് CM വലിയുള്ളാഹി അവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ റഹ്മാനേ. ഞങ്ങളെ പാപങ്ങളൊക്കെയും പൊറുക്കണേ റഹ്മാനേ. പരിശുദ്ധമായ റമളാനിന്റെ പവിത്രമായ രാത്രിയിൽ ഞങ്ങൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ മഹാനായ ശൈഖിനെയോടത്ത് സ്വർഗീയ ലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. അവിടുത്തെ എല്ലാ മദതും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ആദരവുകൾ നിറഞ്ഞ സയ്യിദ് അവർകൾ, ബഹുമാനമുള്ള ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, യുവാക്കൾ, കുട്ടികൾ, സഹോദരിമാർ, മുത്തഅല്ലിമീങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശൈഖുന CM വിസ്മയം ആ ധന്യ ജീവിതമെന്ന അറ്റമില്ലാത്ത കരകാണ കടലായി ലോകത്തിന്റെ മുന്നിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് ആത്മീയ ലോകത്ത് കടാവിളക്കായി വിരാജിച്ച ഇന്നും വിശ്വാസികളുടെ ജനമനസ്സുകളിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭ ശൈഖുന CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്. ആ മഹാനുഭാവന്റെ ചരിത്രം ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന ഒരു ചെറിയ ഉത്തരവാദിത്തമാണ് ഈ മഹത്തായ സദസ്സുകൊണ്ട് ഞാനും നിങ്ങളും ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന സിഹായൊരമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹാനവറുകളുടെ ജീവിത ചരിത്രത്തെ പ്രതിപാദിച്ചുകൊണ്ട് 2 മണിക്കൂർ സാധുവായ ഞാൻ പ്രസംഗിച്ച 1-ാം ഭാഗം കേസറ്റുകൾ വിപണിയിൽ ഉണ്ട്. എല്ലാവരും വാങ്ങണം. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടില്ല, ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതിലും പറയുന്നില്ല. അല്ലാഹു തൗഫീഖ് ചെയ്താൽ 3-ാം ഭാഗവും പറയണമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ദുആ ചെയ്യുക, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജോലിയിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സകലമായ പ്രവർത്തനങ്ങളിലും അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഉമ്മമാരോട് ഞാൻ പറയുന്നു, ആ മഹാനുഭാവന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന കേസറ്റുകൾ നിങ്ങൾ വീട്ടിൽ വാങ്ങി വെക്കുകയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ആ മഹാനുഭാവന്റെ മദ്ഹുകൾ കേൾക്കുകയും ചെയ്യുക. നിങ്ങളെ മനസ്സിന് സാന്ത്വനം, നിങ്ങളെ മനസ്സിന് സമാധാനം, നിങ്ങളെ മനസ്സിന് ശാന്തി ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ആമുഖം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇസ്ലാം സത്യസമത്വ ശാശ്വത സുന്ദരമായ മതമാണ് ഇസ്ലാം. ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടല്ല, തീവ്രവാദങ്ങളെ കൊണ്ടോ ഭീകരവാദങ്ങളെ കൊണ്ടോ അല്ല, അക്രമങ്ങളെ കൊണ്ടല്ല. മറ്റു മതങ്ങളെയോ മതാചാരങ്ങളെയോ മതചിഹ്നങ്ങളെയോ എതിർക്കുകയോ തകർക്കുകയോ അവരിലേക്ക് കടന്നുകയറ്റം നടത്തുകയോ ചെയ്തിട്ടല്ല. ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധനവും ഇസ്ലാമിന്റെ ഉയർച്ചയും ഇസ്ലാമിന്റെ യശസ്സും അന്നും ഇന്നും എന്നും വളർന്നതും ഉയർന്നതും നിലനിൽക്കുന്നതും. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇഹപര വിജയത്തിനായി അല്ലാഹു സംവിധാനിച്ച ജീവിത വ്യവസ്ഥയാണ് പരിശുദ്ധമായ ഇസ്ലാം.
ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ ഉപകരിക്കുന്ന തത്വസംഹിതകളും ഈ ലോകത്തും പരലോകത്തും ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന വിജയത്തിന്റെ പടവുകളെ വിശദമായി വിശകലനം ചെയ്ത് വിശദീകരിച്ച ഒരു സിദ്ധാന്തം, ഒരു മഹത്തായ പ്രസ്ഥാനം ലോകത്തുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഇസ്ലാമാണ്. ആ ഇസ്ലാം വിവിധ മേഖലകളിൽ, വിവിധ നാടുകളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ, വിവിധ ഗ്രാമങ്ങളിൽ പ്രബോധനങ്ങളിലൂടെ വിവിധ കാലങ്ങളിലായി, വിവിധ സ്ഥലങ്ങളിലായി, വിവിധ സമൂഹത്തിലേക്ക് ഇസ്ലാം പടർന്നു പന്തലിച്ചുകൊണ്ടിരുന്നു. പ്രബോധനങ്ങളിലൂടെ ഇസ്ലാമിന്റെ പടയോട്ടം തുടങ്ങി. 1.25 ലക്ഷത്തോളം നബിമാർ, ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖാതിമുൻ നബിയീൻ, സയ്യിദുൽ മുർസലീൻ, ഇമാമുൽ മുത്തഖീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ നബിമാരുടെ ശൃംഖലയും തൗഹീദിന്റെ സംസ്ഥാപനത്തിനും പുനഃസ്ഥാപനത്തിനും പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരാണ്. തൗഹീദ്, ആ തൗഹീദ് ഇവിടെ നിലനിൽക്കണം. ആ തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, ആ തൗഹീദ് ഇവിടെ നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്നവരാണ്. ആ പ്രവാചകന്മാർക്ക് ശേഷം 1.25 ലക്ഷത്തോളം വരുന്ന അംബിയ മുർസലുകൾക്ക് ശേഷം അതേ ദൗത്യം ഏറ്റെടുത്ത് ആ ദൗത്യം ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, നാട്ടിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, പ്രദേശങ്ങളിലേക്ക്, കുടിലുകളിലേക്ക്, ജനമനസ്സുകളിലേക്ക് എത്തിച്ച ഒരു മഹത്തായ ശൃംഖലയാണ് ഔലിയാക്കന്മാർ. ആ ഔലിയാക്കന്മാരുടെ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് വരകളും ഒരുപാട് ശൃംഖലകളും ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് മഹാരഥന്മാരെയും ചരിത്രത്തിന്റെ താളുകളിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. എന്നാൽ ആ ഔലിയാക്കന്മാര് പ്രബോധനം നടത്തി, അംബിയാ മുർസലുകൾ ഏറ്റെടുത്ത പ്രബോധനത്തിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഇൽമ പഠിക്കാൻ പോകുന്ന സമയത്ത് തന്നെ കണ്ടില്ലേ, ഉമ്മ കൊടുത്ത പൊന്ന്, ആ പൊന്ന് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ധൈര്യസമേതമാ ചെറിയ കുഞ്ഞുമോൻ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും സവിധത്തിലേക്ക് വന്ന് അതാ പറയുന്നു, എന്റെ പേര് അബ്ദുൽ ഖാദറാണ്, ഞാൻ ഇൽമ പഠിക്കാൻ വേണ്ടി, വിജ്ഞാനം നുകരാൻ വേണ്ടി പോവുകയാണ്. നിന്റെ കയ്യിൽ എന്താണുള്ളത്? എന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ഉമ്മ എന്റെ കുപ്പായത്തിന്റെ കീസയിൽ പോക്കറ്റിന്റെ മറവിൽ തുന്നിപ്പിടിപ്പിച്ചതുണ്ട്. അല്ലേ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ കളവ് പറയല്ല എന്നും ചെന്നാരെ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവര്. ആ മഹാനുഭാവന്റെ പ്രഖ്യാപനങ്ങൾ കേട്ടപ്പോ, ആ പിഞ്ചുപാലന്റെ പ്രഖ്യാപനങ്ങൾ കേട്ടപ്പോ 10,000-കണക്കിന് കള്ളന്മാരും കൊള്ളക്കാരും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രം നമുക്കറിയാമല്ലോ. ഈ ദൗത്യമാണ് ഔലിയാക്കന്മാർ ഏറ്റെടുത്തത്. എന്നാൽ ഭൗതിക ജീവിത യാത്രയിൽ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ തണൽ മരങ്ങളാണ് ഔലിയാക്കന്മാർ. ഭൗതിക ജീവിതത്തിന്റെ നെട്ടോട്ടത്തിന്റെ ഇടയിൽ പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങളുമായി മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനും ആ പ്രയാസങ്ങൾ ഇറക്കി വെക്കാനും അതാ ഉള്ള തണൽ മരങ്ങളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. ഭാരം പേറി ചുമട്, അതാ ചുമട് വഹിച്ചുകൊണ്ട് ആ ഭാരം ചുമക്കാൻ കഴിയാതെ വരുമ്പോ ഇറക്കി വെക്കാനുള്ള അത്താണികളാണ്. നമ്മുടെ തല മുഴുവനും അതാ നിറഞ്ഞു നിൽക്കുകയാണ്, മനസ്സ് മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പോയി പറയാനുള്ളത് ആരോടാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോടാണ്. അപ്പൊ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും
പ്രശ്നങ്ങളുടെയും കെട്ടുകൾ അഴിച്ചു വെക്കാനുള്ള ഒരു മഹത്തായ കേന്ദ്രമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അതാ ദാഹിച്ചു വലയുന്ന മനസ്സുകൾക്ക് തണ്ണീർ, അതാ സമാധാനത്തിന്റെ തണ്ണീർ നൽകുന്ന മഹത്തായ കേന്ദ്രങ്ങളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് മഹാന്മാര് ലോകത്തോട് പ്രഖ്യാപിക്കുന്നു. സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ചെന്ന് പറയാൻ ഔലിയാക്കന്മാരോടല്ലാതെ മറ്റൊരാളോടും നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചെന്ന് പറയാനില്ല. എന്നാൽ ഇത് പറയാൻ അല്ലാഹു നിശ്ചയിച്ച അവലംബങ്ങളാണ്, അഭയകേന്ദ്രങ്ങളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അതല്ലേ ഖുർആൻ പറയുന്നത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ അറിയണം, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ലാ ഖൗഫുൻ അലൈഹിം അവർക്ക് യാതൊരു ഭയമില്ല, വലാ ഹും യഹ്സനൂൻ അവർക്ക് യാതൊരു പേടിയില്ല, അവർക്ക് യാതൊരു മുഷിപ്പില്ല. പേടിയില്ലാത്തവനോടല്ലേ പേടിയെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലോ. വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരോടാണ് പ്രയാസങ്ങൾ പറഞ്ഞാൽ തീർക്കാൻ കഴിയുള്ളൂ. എന്നോട് വന്നിട്ട് നിങ്ങൾ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാൽ എനിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധ്യമല്ല. കാരണം എനിക്ക് തന്നെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പ്രശ്നങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ദുനിയാവുമായിട്ട് ചിന്തയില്ലാത്ത, ദുനിയാവിനെ ഓർത്ത് ദുഃഖിക്കാത്ത, അത് കിട്ടണം, ഇത് കിട്ടണം, സമ്പാദിക്കണം, വീടിന്റെ പണി തീരണം, അത് മകളെ കെട്ടിക്കണമെന്ന് ചിന്തിക്കാത്ത, അതാ ദുനിയാവിനെ പറ്റി ചിന്തിക്കാത്ത, വൈവാഹിക ബന്ധം ചിന്തിക്കാത്ത, സുഖമെന്തെന്ന് അത് ആഗ്രഹിക്കാത്ത അവർക്ക് മാത്രമേ ലോകത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ മഹത്തായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കണ്ടോ പ്രവർത്തിച്ച മഹാനാണ് ആര്? മഹാനായ ശൈഖുനാ സിഎം വലിയുല്ലാഹി. മാനവകുലത്തിന്റെ ചരിത്രം കടന്നുപോയ ജനപദങ്ങൾ കണ്ടോ. മാനവകുലത്തിന്റെ ചരിത്രങ്ങളെ പരിശോധിച്ചാൽ അല്ലാഹുവിന്റെ ഈ കാവൽക്കാരുടെ സാന്നിധ്യമില്ലാതെ കഴിഞ്ഞുപോയ ഒരൊറ്റ ചരിത്രവും ലോകത്ത് നടന്നിട്ടില്ല. കഴിഞ്ഞുപോയ ഒരു സമൂഹം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. മഹാന്മാരുടെ ചരിത്രങ്ങളില്ലാതെ, മഹാന്മാരുടെ സാന്നിധ്യമില്ലാതെ ഒരൊറ്റ ചരിത്രവും ലോകത്ത് കഴിഞ്ഞിട്ടില്ല. അതിന് ദേശത്തിന്റെയോ ഭാഷയുടെയോ അതിർവരമ്പുകളില്ല, കാലവ്യതിയാനങ്ങളില്ല. ഇത് അല്ലാഹുവിന്റെ വേഗത്ത് നിന്നുള്ള നിയോഗവും തെരഞ്ഞെടുപ്പുമാണ്. അല്ല തെരഞ്ഞെടുക്കുന്ന മഹാന്മാരാണ്, അല്ല നിയോഗിക്കുന്ന ഭാഗ്യവാന്മാരാണ്. അല്ലാഹു തആല ചില ആളുകളെ തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുത്ത ആളുകളിൽപ്പെട്ട ഒരാളാണ് ആര്? ശൈഖുനാ സിഎം വലിയുല്ലാഹി. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവിടുത്തെ കറാമത്ത് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്. ആ മഹാന്റെ ഹുളൂരിയത്ത് കൊണ്ട് ഈ സദസ്സിനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ടോ ശൈഖുനാ സിഎം വലിയുല്ലാഹി അവരുകൾ പാടി പറഞ്ഞു വന്ന കഥകളിലെ ഒരു കഥാപാത്രമല്ല. ഇന്നലകളിൽ ഇങ്ങോട്ട് കടന്നു വന്ന ഒരാൾ മാത്രമല്ല ശൈഖുനാ സിഎം വലിയുല്ലാഹി. നൂറ്റാണ്ടുകൾക്ക് കഴിഞ്ഞുപോയ അറിയപ്പെടാത്ത ഒരാളുമല്ല ശൈഖുനാ സിഎം വലിയുല്ലാഹി. 23 വർഷം മുമ്പ് ഈ അടുത്ത് എന്ന് തന്നെ പറയാം, നൂറ്റാണ്ടായിട്ടില്ല. നമ്മുടെ കൺമുമ്പില് ചരിത്രങ്ങൾ ഒരുപാട് ബാക്കി വെച്ചുകൊണ്ട് കടന്നുപോയ ഒരു മഹാനാണ് ശൈഖുനാ സിഎം വലിയുല്ലാഹി. അതാണ് മടവൂരിന്റെ മലർവാടിയിൽ മൺപുതച്ച് കിടക്കുന്ന മഹാനായ നേതാവ്, ആത്മീയ ലോകത്തിന്റെ കടാവിളക്ക്, വിജ്ഞാന സാഗരത്തിലെ സൂനം ശൈഖുനാ സിഎം വലിയുല്ലാഹി.
അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഭൗതികമായി മഹാനവറുകൾ മൺമറഞ്ഞെങ്കിലും ഓർമ്മയിൽ മങ്ങാതെ പച്ച പിടിച്ചു നിൽക്കുന്ന ശൈഖുനായുടെ ജീവിതം കണ്ടോ, ഒരിക്കലും മാറ്റിമറിക്കാൻ സാധ്യമല്ല, മറച്ചു വെക്കാൻ സാധ്യമല്ല. ഊതിക്കാച്ചിയ പൊന്നുപോലെ അതാ ഓർമ്മകൾക്ക് കാലം ചൊല്ലും തോറും മാറ്റുകൂടുകയാണ്. ഊതിക്കാച്ചിയ പൊന്നുപോലെ കാലം കഴിയും തോറും ആ ജീവിതത്തിന് മാറ്റുകൂടുകയാണ്, ആ ചരിത്രത്തിന് മാറ്റുകൂടുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ശൈഖുനായുടെ ആണ്ട് നേർച്ചകളും ശൈഖുനായുടെ പേരിലുള്ള സ്ഥാപനങ്ങളും ശൈഖുനായുടെ പേരിലുള്ള ദിക്ർ ഹൽക്കകളും വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം, ശൈഖുനയെ പരിചയപ്പെടാത്തവർ അതാ ഓരോ വർഷം തോറും കൂടുതൽ കൂടുതൽ പരിചയപ്പെടുന്നു, കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു. ഇതാണ് ശൈഖുന സിയം റളിയല്ലാഹു ശൈഖുനായുടെ ജീവിതം നാം വിചാരിച്ചതുപോലെയുമല്ല, നാം അറിഞ്ഞതുപോലെയുമല്ല. നമ്മൾ ശൈഖുനായെ പഠിച്ചിട്ടില്ല, നമ്മൾ ശൈഖുനായെ അറിഞ്ഞിട്ടില്ല. ശൈഖുനാന്റെ ചരിത്രം നമ്മൾ പഠിക്കണം, നമ്മൾ അറിയുകയും വേണം. എന്നിട്ട് എങ്ങനെയാണോ മഹാനവറുകൾ ജീവിച്ചത്, ആ ജീവിതത്തിന്റെ പദങ്ങളിലേക്ക്, ആ ജീവിതത്തിന്റെ കാൽപദങ്ങളിലേക്ക് ഞാനും നിങ്ങളും നീങ്ങുമ്പോൾ അല്ലാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ചൊരിച്ചു തരും. വിലായത്തിന്റെ വിവിധ പടവുകൾ കടന്ന് അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ മഹാനാണ് ശൈഖുനാ സിയം റളിയല്ലാഹു. അങ്ങനെ വിലായത്തിന്റെ പടവുകൾ കടന്നിട്ട് ലോകം നിയന്ത്രിക്കുന്ന ഖുതുബുൽ ആലം എന്ന പദവിയിലേക്ക് അദ്ദേഹമെത്തി. ശരീഅത്തും തരീഖത്തും ഹഖീഖത്തും കടന്ന് അല്ലാഹുവിന്റെ മഅരിഫത്ത് എന്ന പ്രഭ കൊണ്ട് അനുഗ്രഹീതമായ മഹാനാണ് ശൈഖുനാ സിയം റളിയല്ലാഹു. മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹനെ അറിയലാണ്. അല്ലാഹനെ അറിയുമ്പോഴാണ് അത് ആ വിലായത്തിന്റെ പടവുകൾ കടക്കുക. മാനസികവും ആത്മീയവുമായ ശുദ്ധീകരണത്തിലൂടെ മഹാനവറുകൾ അതാ പടവുകൾ നേടിയെടുക്കുന്നു, ദറജകൾ നേടിയെടുക്കുന്നു. താൽപര്യവും പഠനകാലം കൂടുതൽ കാട്ടിയതും സമയം മുഴുവൻ തസവ്വുഫിൽ മക്റൂഹ് ചെയ്തിട്ടില്ല സിയം ചെറുപ്പമിൽ, അതുപോലെ ബോധമുള്ള മുഴുവൻ കാലമിൽ. പഠിക്കുന്ന കാലത്ത് കിതാബുകളിൽ വെച്ച് ഏറ്റവും വലിയ ഏറ്റവും ഇഷ്ടപ്പെട്ട കിതാബ് ഏതാണെന്നറിയുമോ? തസവ്വുഫിന്റെ കിതാബാണ്, സൂഫിസത്തിന്റെ കിതാബാണ്. അത് വീണ്ടും വീണ്ടും മുത്താല ചെയ്യുന്നു, അത് വീണ്ടും വീണ്ടും പഠിക്കുന്നു, അത് വീണ്ടും വീണ്ടും വായിക്കുന്നു. എന്നിട്ട് പറയുന്നു, മക്റൂഹ് ചെയ്തിട്ടില്ല സിയം ചെറുപ്പമിൽ, അതുപോലെ ബോധമുള്ള മുഴുവൻ കാലമിൽ. ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. മനസ്സിലാക്കണം, ബോധമുള്ള കാലത്ത് ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. ഇത് പറയുന്നത് ആരാണ്? എന്നെ പോലത്തെ നിങ്ങളെ പോലത്തെ ഒരു സാധാരണ മനുഷ്യനല്ല പറയുന്നത്. പറയുന്നത് ആരാണെന്ന് ബീബേ അറിയണം, മർഹൂം ഹസൻ മുസ്ലിയാരാണെന്നോർക്കണം. ആരാണ്? ആത്മീയ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായി ആദർശ രംഗത്ത് കണിശത പുലർത്തിയിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം കെ ഹസൻ മുസ്ലിയാർ. അവിടത്തെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ, അവിടെ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ സിംഹഗർജനമായിരുന്ന ഹസൻ മുസ്ലിയാരാണ് പറയുന്നത്, അതാ ജീവിക്കുന്ന കാലത്ത് കറാഹത്ത് ചെയ്തിട്ടില്ല. മഹത്വത്തിന്റെ പദവിയിലേക്ക്, മഹത്വത്തിന്റെ പടവുകൾ, വിലായത്തിന്റെ പടവുകൾ, ഓരോ സ്റ്റെപ്പുകളും മഹാനവറുകൾ കയറുകയാണ്. ഇത് നിങ്ങൾ നോക്കി പറയുന്ന ചരിത്രം പഠിപ്പിക്കുകയാണ്. തളിപ്പറമ്പ്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, അവിടെ ഖുവ്വത്ത് എന്ന് പറയുന്ന, ഖുവ്വത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന അതൊരു സ്ഥാപനം. അവിടെയായിരുന്നു മഹാനവറുകൾ പഠിച്ചിരുന്നത്. അവിടെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ പഠിച്ച സ്ഥലമാണ്. അവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ദർസ്
ആ ദർസിനെ പറ്റി അറിഞ്ഞപ്പോൾ അതാ മഹാനവറുകൾക്ക് ആശമൂത്ത് തന്റെ എളാമയുടെ മകൻ അതാ കൂടിയായ തന്റെ എളാമയുടെ മകനായ അബൂബക്കർ മുസ്ലിയാർ ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാരാണ് അവിടുത്തെ മുദരിസ്. അങ്ങോട്ട് പോകുന്നു. ആരാണ് ശംസുൽ ഉലമ? ശൈഖുനാ സിയം റളിയല്ലാഹു അവരുടെ എളാമയുടെ മകനാണ്. ഇത് കേട്ടപ്പോൾ അവിടേക്ക് പഠിക്കാൻ പോകണമെന്ന് തീരുമാനിക്കുകയും അവിടെ പഠിക്കുന്ന ആളെ പറ്റി മഹാനവറുകൾ അന്വേഷിച്ചു നോക്കുമ്പോ മോശക്കാരല്ലല്ലോ ആ ദർസിൽ പഠിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഹസൻ മുസ്ലിയാരെ പോലെയുള്ള വലിയ വലിയ മഹാന്മാര് പണ്ഡിതന്മാരാണല്ലോ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ. അന്ന് അവിടെ ഓതി പഠിക്കുകയാണ്. അവിടേക്ക് പോകാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് താല്പര്യമുണ്ടാകുന്നു. കുവ്വത്തിലേക്ക് മഹാനവറുകൾ ഓതാൻ പോകാൻ തീരുമാനിക്കുന്നു. അവിടേക്ക് നോക്കുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു വലിയ വലിയ ആളുകൾ KK അബൂബക്കർ ഹസ്രത്ത്, വേങ്ങര മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, ആലിക്കുട്ടി മുസ്ലിയാർ കരുവന്തിരുത്തി, അബ്ദുള്ള മുസ്ലിയാർ തൃക്കരിപ്പൂര്, CP ആലിക്കുട്ടി മുസ്ലിയാർ, സി ഉമ്മർ മുസ്ലിയാർ, സി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിത ലോകത്ത് അറിയപ്പെട്ട സൂരങ്ങൾ അതാ പഠിക്കുന്ന സ്ഥലം. കെ ഉമ്മർ മുസ്ലിയാർ ശൈഖുനയുടെ കൂടെ കൂവത്തില്ലതാ ശൈഖുനായും EK ഹസൻ മുസ്ലിയാരും പോലുള്ളവരായിരുന്നു പ്രധാന ശിഷ്യന്മാർ. ആരുടെ ശിഷ്യന്മാര്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ആളുകളാരാണ്? ഉമ്മർ മുസ്ലിയാർ, അതുപോലെ തന്നെ EK ഹസൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ശൈഖുനാ സിയം വലിയുല്ലാഹി. ഹസൻ മുസ്ലിയാരും ശൈഖുനയും വലിയ കൂട്ടുകാരായി മാറി, ചങ്ങാതിമാരായി മാറി. ദർസിൽ ഹസൻ മുസ്ലിയാരും അതാ ശൈഖുനയും കൂട്ടുകാരായി മാറി. ഏത് സമയത്തും തന്നെ കാണാൻ വരാനുള്ള അനുമതി ഹസൻ മുസ്ലിയാർക്ക് അതാ മഹാനായ ശൈഖുന കൊടുത്തിരുന്നു. സഹോദരന്മാരെ, ആ ഹസൻ മുസ്ലിയാർ സംബന്ധിച്ച് ഞാനും നിങ്ങളും പഠിക്കണം. ബഹുമാനപ്പെട്ട ശൈഖുനാ സിയം റളിയല്ലാഹു അവരുകള് വിലായത്തിന്റെ പദവികൾ കടന്നിട്ട് റിയാദയിൽ അങ്ങോട്ടിരിക്കുമ്പോൾ അതാ ആരോടും മിണ്ടാത്ത കാലം. കോഴിക്കോട് മൂപ്പന്റെ വീട്ടില് റിയാദയിലിരിക്കുമ്പോ ആരോടും മിണ്ടാത്തൊരു കാലമുണ്ടായിരുന്നു. ആർക്കും ഡോറ് തുറന്നു കൊടുക്കാത്തൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് തന്നെ നൊന്ത് പ്രസവിച്ച, തന്നെ താനാക്കി മാറ്റിയ തന്റെ ഉമ്മ കാണാൻ വന്നപ്പോൾ ശൈഖുനാ സിയം റളിയല്ലാഹു അവരുടെ ഹദറത്തിലേക്ക് വന്നിട്ട് പൊന്നുമോനോട് സലാം പറഞ്ഞപ്പോൾ അതാ ശൈഖുന മടക്കുന്നില്ല. റിയാദയിൽ റബ്ബിനോട് മാത്രമല്ലാതെ ഒരൊറ്റ സൃഷ്ടികളോടും സംസാരമില്ലാത്ത സമയത്ത് ഉമ്മ സലാം പറയുന്നു, മടക്കുന്നില്ല. ഉമ്മാക്ക് വല്ലാത്ത സങ്കടം വന്നുപോയി, ഉമ്മാക്ക് വിഷമങ്ങൾ വന്നുപോയി, ഉമ്മാക്ക് പ്രയാസങ്ങൾ വന്നുപോയി. നേരെ പോകുന്നു, പറമ്പിൽ ബസാറിലേക്ക് പോകുന്നു, കോഴിക്കോട്. അവിടെയാണല്ലോ EK ഹസൻ മുസ്ലിയാർ. ഹസൻ മുസ്ലിയാർ അരികത്ത് പോയിട്ട് ഉമ്മ പറയുന്നു, മോനെ ഹസനെ, എന്റെ മകൻ നിന്റെ കൂട്ടുകാരൻ അബൂബക്കർ ഉണ്ടല്ലോ, ഞാൻ സലാം പറഞ്ഞപ്പോൾ അവൻ മടക്കുന്നില്ല. എനിക്ക് വല്ലാത്ത വിഷമമായി പോയി. അവൻ എന്താണ് സംഭവിച്ചത്? ഹസൻ മുസ്ലിയാർ ബേജാറായി, വിഷമിച്ച് പ്രയാസപ്പെട്ട് അതാ ഡ്രസ്സുകളെല്ലാം മാറ്റിയിട്ട് കോഴിക്കോട്ടേക്ക് വണ്ടി കയറുന്നു. മൂപ്പന്റെ വീട്ടിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങുന്നു. അതാ ഏത് സമയത്തും വന്നാൽ കയറാൻ പാസ് കൊടുത്ത ഹസൻ മുസ്ലിയാർ, ദർസിൽ കൂട്ടുകാരനായി ജീവിച്ച ഹസൻ മുസ്ലിയാർ മൂപ്പന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ താഴത്തെ ഹസൻ വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് പറഞ്ഞേക്കൂ എന്നോർഡർ. കണ്ടോ, മുകളിൽ നിന്ന് കാണുന്നു കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൺമകം നിങ്ങളെ. അതാ കൺമകം ബഹുമാനപ്പെട്ട ശൈഖുനാ
സി.എം. വലിയുള്ളാഹി അവരുകള് മുകളിൽ നിന്ന് കാണുകയാണ്. ഹസൻ മുസ്ലിയാർ വന്നതും നിൽക്കുന്നതും കാണുകയാണ്. അതാ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയൂ. മുകളിലേക്ക് അതാ മൂപ്പൻ പറയുന്നു, നിങ്ങളെ ഉസ്താദ് ശൈഖുനെ വിളിക്കുന്നുണ്ട്. ഹസൻ മുസ്ലിയാർ നേരത്തെ ചെന്നിട്ട് അതാ സലാം പറയുന്നു, സലാം അടക്കുന്നു. അല്ലയോ അബൂബക്കറെ, നിന്നീ വലിയാണ്, നീ റിയാദയിലാണ്, നീ അതാ മഹാനാണ്, നീ ഓരോ ദർജകളും കീഴടക്കുന്ന മഹാനാണ്. ഒക്കെ സത്യം തന്നെയാണ്. ഉമ്മാനോട് മിണ്ടാത്ത, ഉമ്മാന്റെ സലാം അടക്കാത്ത ഒരു റിയാദ വേണ്ട, ഒരു വലിയ വേണ്ട, ഒരു ദർജയും വേണ്ട, ഒരു പദവിയും നിനക്ക് വേണ്ട. ഉമ്മാന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കൂ. സഹോദരങ്ങളെ കണ്ടോ, ഉമ്മ വരുന്നു, സലാം പറയുന്നു, മടക്കുന്നു. ഉമ്മാക്ക് എപ്പോഴും വരാനും സംസാരിക്കാനും സമ്മതം കൊടുക്കുന്നു. ഞാനിത് പറഞ്ഞത് എന്തിനാണ്? കെ ഹസൻ മുസ്ലിയാർക്കുള്ള സ്ഥാനമായിരുന്നു. ദർസിൽ കൂട്ടുകാരനാണ്, പഠിക്കുമ്പോൾ കൂട്ടുകാരനാണ്, ജീവിതത്തിൽ കൂട്ടുകാരനാണ്, എപ്പോഴും കൂട്ടുകാരനാണ്. അങ്ങനത്തെ ശൈഖുന വിജ്ഞാന സാഗരത്തിൽ മുങ്ങിക്കുളിച്ചു, വിജ്ഞാന സാഗരത്തിൽ മുങ്ങിക്കുളിച്ചു. സഹോദരന്മാരെ, നേടേണ്ടത് മുഴുവനും നേടിപ്പോ. മനസ്സിലാക്കണം, ഇൽമിന്റെ ബഹറായി തിളങ്ങിയ കമറ്, ഇലാഹിന്റെ മുഹിബായി വിളങ്ങിയ നൂറ്, ഇസ്സത്താൽ വിശ്വാസികൾക്ക് അതിർപ്പപ്പോ മലര്. ഇൽമിന്റെ ബഹറായി തിളങ്ങിയ കമറ്, ഇലാഹിന്റെ മുഹിബായി വിളങ്ങിയ നൂറ്, ഇസ്സത്താൽ വിശ്വാസികൾക്ക് അതിർപ്പപ്പോ മലര്. വിജ്ഞാന സാഗരത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നത് മുഴുവനും ആ ഇൽമിന്റെ ബഹറിൽ മുങ്ങിയെടുത്ത മഹാൽ ശൈഖുനാ സി.എം. വലിയുള്ളാഹി. അതാ നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ. എന്നിട്ടതാ അങ്ങനെ വിജ്ഞാന സാഗരത്തിൽ മുങ്ങിക്കുളിച്ച് എവിടേക്കാണ് പിന്നെ കയറുന്നത്? കുതുബുൽ ആലം ശൈഖായി മാറി, കറാമത്തെ പലവിധം ഇവിടമിൽ കാട്ടി, സകലതും പലവിധ രോഗങ്ങൾ മാറ്റി, സകലതും പലവിധ രോഗങ്ങൾ മാറ്റി. ലോകത്തിന് അനുഗ്രഹ പൊങ്കതിരായി വിരിഞ്ഞോരെ മല്ലറെ മുല്ലേ, സമതവനായ ചൊല്ല കുതുബുൽ ആലം സി.എം. വലിയോരേ. കുതുബുൽ ആലം ശൈഖായി മാറി, കറാമത്തെ പലവിധം ഇവിടമിൽ കാട്ടി, സകലതും പലവിധ രോഗങ്ങൾ മാറ്റി, സകലതും പലവിധം രോഗങ്ങൾ മാറ്റി. പടച്ചറബേ, മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സകല രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്, ഞങ്ങളെ സകല രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഇതാ മുകളിലിരിക്കുമ്പോൾ തലശ്ശേരിയിൽ നിന്നൊരു ഫോണ്. ഉസ്താദ് ചോദിച്ചു എന്താണ് ആ ഫോണ് എന്ന്. ഞാനിവിടെ ഒരു പ്രസംഗത്തിന് മടവൂരിന്റെ ചരിത്രം പറയാൻ പോയിരുന്നു. ആ ഉക്കാസി മൊട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. സഹോദരാ, പ്രിയപ്പെട്ട പെങ്ങളെ, ഉസ്താദെ, ഒരു ചെറുപ്പക്കാരൻ, അവന് തലചുറ്റൽ അനുഭവപ്പെട്ടു. ഞങ്ങളതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധന നടത്തിയപ്പോൾ അതാ കൊടിയേരി എന്ന് പറയുന്ന സ്ഥലത്ത് അതാ രോഗം ക്യാൻസർ ആണോ എന്നറിയാനുള്ള ക്യാൻസർ സെന്റർ ഉണ്ട്. അവിടെ പോയി പരിശോധന നടത്താൻ വേണ്ടി ഡോക്ടർ വിധി എഴുതുന്നു. അവിടെ പോയി പരിശോധന നടത്തിയപ്പോൾ അവര് പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഒന്നും പറയാൻ സാധ്യമല്ല. 9-ാം തീയതി ഒരു ടെസ്റ്റിനുണ്ട്. ആ ടെസ്റ്റിംഗിൽ എന്താണോ വിധിക്കുന്നത് അല്ലാതെ പറയാൻ സാധ്യമല്ല. വീട്ടുകാര് കരയുകയാണ്, കുടുംബക്കാര് പൊട്ടിക്കരയുകയാണ്. പടച്ചുറപ്പ് കാക്കട്ടെ. ഇവിടെ വെച്ച് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ചുറപ്പ് രക്ഷപ്പെടുത്തട്ടെ, രക്ഷപ്പെടുത്തട്ടെ. ശൈഖുനാ സി.എം. വലിയുള്ളാഹി അവരുകളെ ഏതെല്ലാം രോഗങ്ങളാണ് മാറ്റിയത് സഹോദരാ. ദർസിലോതി പഠിക്കുന്ന കാലത്ത് പോലും തസവ്വുഫിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് ഇൽമിന്റെ ബഹറില്ലതാ മുങ്ങിക്കുളിച്ചിട്ട് നേടേണ്ടത് മുഴുവനും നേടിയ മഹാൽ ശൈഖുനാ സി.എം. വലിയുള്ളാഹി. അന്നത്തെ ദർസ് പവിത്രമായ ദർസുകളായിരുന്നു. അന്നത്തെ ദർസുകളിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ഓതുന്ന ശബ്ദം കേൾക്കുമായിരുന്നു.
രണ്ടോ മൂന്നോ മുത്തല്ലിമീങ്ങൾ ഒത്തുചേർന്നാൽ അന്നത്തെ ചർച്ച കിതാബുകളെ സംബന്ധിച്ച്, ഓതുന്ന കിതാബുകളെ പറ്റി, ദർസിന്റെ മേന്മയെ പറ്റി, ഉസ്താദിന്റെ ദഖലിനെ പറ്റിയാണ് ചർച്ച. മനസ്സിലാക്കണം, ഉസ്താദ് ഇന്ന് സബക്കിൽ ചർച്ച ചെയ്ത വാദമുഖങ്ങളെ പറ്റിയാണ്. ദർസ് കഴിഞ്ഞിട്ട് മുകളിലെത്തിയാൽ ചർച്ച. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഏതാണ് മോനെ നിന്റെ മൊബൈല്? നിന്റെ സിം ഏതാണ്? നിനക്ക് പൈസ തീർന്നോ? നീ നെറ്റിൽ എന്തെല്ലാമാണ് കണ്ടത്? നീ സോഫ്റ്റ്വെയർ എടുത്തോ എന്നല്ലേ ഇന്ന് മുത്തല്ലിമീങ്ങളുടെ ചർച്ച. അതാണെങ്കിൽ അന്നത്തെ ചർച്ച ഏതാണ്? കിതാബുകളെ പറ്റിയാ, വാദമുഖങ്ങളെ പറ്റിയാ, സബക്കില് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് അതാ മുകളിലെത്തി ചർച്ച ചെയ്യുന്ന കാലം. അവർക്ക് വിശ്രമമില്ല. ഹസൻ മുസ്ലിയാർക്ക് വിശ്രമമില്ല. അന്ന് ദർസുണ്ടെന്ന് കേൾക്കുമ്പോ അവിടത്തേക്ക് മുത്തല്ലിമീങ്ങൾ ഓതാനെത്തിയിരുന്ന കാലം. ഇന്ന് പത്രത്തിൽ പരസ്യം ചെയ്യുകയാണ് മുത്തല്ലിമീങ്ങളെ ആവശ്യമുണ്ടെന്ന്. എന്നിട്ടും മുത്തല്ലിമീങ്ങളെ കിട്ടാത്ത കാലം. തേൻ എവിടെയാണോ ഉള്ളത് അവിടത്തേക്ക് റാണി വരൂലേ? സഹോദര, ഇന്ന് കാലം മാറി, കോലം മാറി. ദർസിന്റെ പവിത്രത കളഞ്ഞു കുളിച്ചു പോയി. അപ്പോൾ ദർസുകളൊക്കെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മീയത നിറഞ്ഞു തുളുമ്പുന്ന ദർസില്ല. അല്ലാഹു നമ്മളെ നാട്ടിലൊക്കെ നല്ല ദർസ് നിലനിൽക്കുമാ നിലനിർത്തി തരുമാറാകട്ടെ, നിലനിർത്തി തരുമാറാകട്ടെ. ആത്മീയമായ ശോഭ അത് വല്ലാത്ത ശോഭയായിരുന്നു, അത് വല്ലാത്ത റാഹത്തായിരുന്നു. ആ ദർസുകളിൽ പഠിച്ചിട്ടല്ലേ എന്നറിയപ്പെട്ട പണ്ഡിതന്മാര്, ലോകം മുഴുവനും തന്റെ കയ്യിലാക്കിയ പണ്ഡിതന്മാര്, മഹാനായ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഓതി പഠിച്ചത് ദർസിലല്ലേ? സയ്യിദന്മാർ ഓതി പഠിച്ചത് ദർസിലല്ലേ? അന്ന് കോളേജുകളില്ലല്ലോ. അവരൊക്കെ അന്ന് ലോകം കൈയടക്കിയില്ലേ? അത് ദർസിന്റെ ബർക്കത്താണ്, ദർസിന്റെ കുരുത്തമാണ്. സിയമുനിയുള്ളാഹി അവர்களுം പഠിച്ചത് ദർസിലാണ്. ഉസ്താദിന്റെ കുരുത്തവും പൊരുത്തവും കിട്ടിയപ്പോ ഉന്നതങ്ങളുടെ ഗോപുരങ്ങൾ കീഴടക്കി പറന്നുയർന്നു. സ്വർണ്ണത്തൂവൽ വിരിച്ച് ആത്മീയ ലോകത്ത് പറന്നുയർന്നപ്പോൾ മഹാനവറുകൾക്ക് അല്ലാഹു തആല വലിയ പദവികളും സ്ഥാനവും കൊടുത്ത് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇതാണ് ബഹുമാനപ്പെട്ട ശൈഖുന സിഎം വലിയുല്ലാഹി. തീർന്നോ സഹോദരങ്ങളെ? മഹാനവറുകളുടെ പരിപാടി എന്താണ്? തന്റെ വിഷമങ്ങൾ അതാ മറ്റൊരാളോട് പറയാതെ അവരുടെ വിഷമങ്ങൾ കണ്ടിട്ട് ആ വിഷമങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരേ ഒരു മനസ്സ്. സുബ്ഹാനല്ലാഹ്. താൻ വിഷമിക്കുകയാണെങ്കിലും തന്റെ കൂട്ടുകാരന് വിഷമം ഉണ്ടാകരുതെന്ന് ചിന്തിച്ച മഹാൻ. കണ്ടോ, ദർസിലോതി പഠിക്കുമ്പോൾ, തളിപ്പറമ്പ് കുവ്വത്തിൽ പഠിക്കുമ്പോൾ തന്റെ ശരീരത്തിന് ഷർട്ടില്ലാതെ വിഷമം അതാ മഹാനവറുകൾക്ക് വന്നപ്പോൾ ഒരൊറ്റ ഷർട്ട് പോലും നല്ല ഷർട്ടില്ല. ശൈഖുന ഈ കൂട്ടുകാരനെ കണ്ടപ്പോൾ മഹാനായ ശൈഖുന സിഎം വലിയുല്ലാഹി ചിന്തിക്കുന്നു. എന്താ ചിന്തിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അവരന്റെ വിഷമം അത് അല്ലാഹുവിനെ അത് തീർത്തു കൊടുത്താൽ എന്റെ വിഷമം അല്ലാഹു തആല തീർത്തു തരുമെന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനവറുകൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്താണ് ഇതിന് പരിഹാരം തേടേണ്ടത്? സുബ്ഹാന ജല്ല ജലാലു. ധരിക്കാനു തന്റെ ശരീക്കിലൊരു മാന്യന് സട്ടില്ല ദുഃഖം വന്ന് അദ്ദേഹത്തിന് ജുമഅക്ക് ശേഷം ഉറുദി സിയം പറയലായി. കിട്ടിയ പണവും കൊണ്ട് ശരീക്കിന് ഷർട്ടുമായി അതാ മഹാനായ ശൈഖുന സിഎം വലിയുല്ലാഹി അവരുകളെ അതാ മനസ്സിലാക്കണം സഹോദരാ. ജുമഅക്ക് ശേഷം പള്ളിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒരൊറ്റ ഉറുദിയാണ്. തന്റെ വിഷമം പറയാനല്ല, തന്റെ കൂടെ പഠിക്കുന്ന ഒരു ശരീക്കിന് ധരിക്കാൻ ഷർട്ടില്ല. എല്ലാവരും കയ്യിലുള്ളത് തരണമെന്ന് പറയുന്നു, പിരിവെടുക്കുന്നു, ചോരം വയതു പറയുന്നു. അന്നേരം ശൈഖുനാന്റെ അവസ്ഥ എന്താണ്? അന്നേരവും സിയം അണിഞ്ഞ ചമയവും വായ്പ വാങ്ങിയ ഷർട്ട് എന്ന സത്യവും. ശൈഖുന മറ്റൊരാളോട് വായ്പ വാങ്ങിയ ഷർട്ടാണ് ധരിച്ചത്. തന്റെ വിഷമം മറന്നുപോയി, അവരുടെ വിഷമം കണ്ടുപോയി. അവരുടെ വിഷമം കണ്ടു എന്നാൽ പിന്നെ തനിക്കുള്ള വിഷമം മറന്നു പോയത് തന്നെ. അവരുകൾ ഒരാളുടെ
ഒരാളുടെ വിഷമം കണ്ടാൽ ആ വിഷമം തീർത്തിട്ടല്ലാതെ തന്റെ വിഷമത്തിനെ പറ്റി ആലോചിക്കാറില്ലെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആ ദർസിൽ ഓതി പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, മഹാനവറുകൾ അസറിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടി പീടികയിലേക്ക് പോകാറുണ്ടായിരുന്നു. അതാ പോകുന്ന സമയത്ത് ചർച്ച എന്താണ്? ദുനിയാവിനെ പറ്റിയല്ല. കൂട്ടുകാരന്മാരോടൊത്ത് കൂട്ടുകാരനായ ഉമർ മുസ്ലിയാർക്കൊപ്പം നടന്നു പോകുമ്പോൾ തസവ്വുഫ് ചർച്ച ചെയ്യുന്നു, കിതാബ് ചർച്ച ചെയ്യുന്നു, ഉസ്താദിന്റെ വാദമുഖങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു. നടന്ന് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഉമർ മുസ്ലിയാരോട് പറയുകയാണ്, പ്രിയപ്പെട്ട ഉമർ മുസ്ലിയാരെ, ഇന്ന് ചായന്റെ പൈസ ഞാൻ കൊടുക്കും, നാളെ നിങ്ങൾ കൊടുത്തോളൂ. ഉമർ മുസ്ലിയാർ ചോദിച്ചു, എന്താണ് സിയമവരുകളെ നിങ്ങൾ പറയുന്നത്? ഒന്നുമല്ല, ഇന്ന് എനിക്ക് കിട്ടട്ടെ കൂലി, നാളെ നിങ്ങൾക്കും കിട്ടട്ടെ കൂലി. എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ, നിങ്ങൾക്കും കിട്ടണമെന്നാണ് എന്റെ ആശ. കണ്ടോ, സ്വന്തം കൂലി വാങ്ങി കൂട്ടണമെന്ന് ആശയില്ല, കൂട്ടുകാർക്കും അല്ലാഹുവിന്റെ പ്രീതി കിട്ടണമെന്ന് ആശിച്ച മഹാൻ ആരാൻ? ശൈഖുനാ സിഎം വലിയുല്ലാഹി. ഇതാണ് മഹാനവറുകൾ. ആ ഒരു മനസ്സ് അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു കറാഹത്ത് പോലും മഹാനവറുകൾ ചെയ്തിട്ടില്ല. സ്വന്തം ലോകമാണ്, ഒറ്റക്കിരുത്തമാണ്, ചിന്തയാണ്. കണ്ടോ, ആര് ചെന്നാലും ഒരു പുഞ്ചിരി, പൊട്ടിച്ചിരിയില്ല. നമ്മളെ പോലെ പുഞ്ചിരിയാണ്. വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രം. ഞാൻ ഓർത്തു പോവുകയാണ്, കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലേക്ക് ഞാൻ എന്റെ അമ്മാവന്റെ കൂടെ ഞാൻ പോകുന്ന സമയത്ത് ഞാനന്ന് കോവൂർ ഓതി പഠിക്കുകയാണ്. ആ സമയത്ത് ചെന്നപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വലൈക്കുമുസ്സലാം. ഒരു ഇളനീര് വെട്ടിയതിന് ശേഷം അതാ കുടിച്ചതിന് ശേഷം കുറച്ച് എനിക്കും തന്ന് അല്ലാഹു ഉയർത്തട്ടെ വളർത്തട്ടെ എന്ന് പറഞ്ഞു. പഠിക്കണം, ഉയരുമെന്ന് അന്ന് പറഞ്ഞു. മനസ്സിലാക്കണം. എന്നിട്ട് എന്റെ അമ്മാവൻ പറഞ്ഞു, അതാ വല്ലാത്തൊരു ഊരവേദന, അനങ്ങാൻ കഴിയുന്നില്ല, അത് ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു, ഇനി അത് വേണ്ട എന്ന് പറഞ്ഞതാ. കുറച്ച് മിണ്ടാതിരുന്നതിന് ശേഷം ഇനി പോകാം, കൂടുതൽ സംസാരമില്ല, കൂടുതൽ അന്വേഷണമില്ല, പോകാം. കണ്ടോ മഹാന്മാര്, ദുനിയാവിനെ സംബന്ധിച്ച് സംസാരമില്ല, കൂടുതൽ കളിയില്ല, കൂടുതൽ ചിരിയില്ല. ചിരിച്ചാൽ പുഞ്ചിരിയാണ്. മഹാനവരുടെ ജീവിതത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. പിന്നെയോ കിതാബും തുറന്നു വെച്ച് ആലോചന. ഒരു കിതാബ് തുറന്നു വെച്ച് ആലോചനയാണ് തസവ്വുഫിന്റെ കിതാബുകൾ. അങ്ങാടിയിൽ കറങ്ങുന്ന ഏർപ്പാടുകളില്ല, ഹോട്ടലിൽ പോയി സമയം കൊല്ലലില്ല. ഇന്നത്തെ മുതഅല്ലിമീങ്ങൾ കണ്ടില്ലേ, ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചാലും ക്യാന്റീനിൽ നിന്ന് കഴിച്ചാലും ഫാസ്റ്റ് ഫുഡിൽ പോയി കിട്ടിയ പൈസയുമായി ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. കണ്ടോ സഹോദരങ്ങളെ, മനസ്സിലാക്കണം. അന്ന് ഹോട്ടലിൽ പോയി സമയം കൊല്ലലില്ല, വെറുതെ സമയം നഷ്ടപ്പെടുത്തലില്ല, വെറുതെ സൊറവിട്ട് നേരം കളയലില്ല, വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് സമയം നഷ്ടപ്പെടുത്താറില്ല മഹാൻ. സമയത്തിനും ആയുസ്സിനും ശ്വാസോച്ഛ്വാസത്തിനും വില കൽപ്പിച്ചു. നടക്കുന്ന സമയത്ത് താഴോട്ട് നോക്കി ശാന്തനും സാധുവുമായി നടന്ന മഹാൻ. ആരെങ്കിലും സലാം പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. പിന്നെ അവിടെ കൂടുതൽ അന്വേഷണമില്ല, കൂടുതൽ സംസാരമില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, മഹാന്മാരുടെ അടയാളം വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. സൂറത്ത് ഫുർഖാനിലൂടെ അല്ലാഹു വിശദീകരിക്കുന്നു, കാരുണ്യവാനായ
അല്ലാഹുവിന്റെ അടിമകള് ഭൂമിയിൽ വിനയത്തോടെ ശാന്തരായി നടക്കും. അവർക്ക് അതാ കിബറില്ലാത്ത നടത്തമാണ്. വിവരമില്ലാത്തവര് തർക്കത്തിന് വന്നാൽ അവര് സമാധാനത്തിന്റെ വചനങ്ങൾ പറഞ്ഞ് അവരിൽ നിന്ന് പിരിഞ്ഞു കളയുമെന്ന് ഖുർആൻ പറയുന്നു. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. നീ വിവരമില്ലാത്തവനാണ്, നിന്നോട് സംസാരിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നവര് ആരാണ്? അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളാണ്. ഖുർആൻ വീണ്ടും പറയാണ് വലാ തംശി ഫൗഖൽ അർളി ഇല്ലാ തവാദുആ. ഖുർആനിൽ ഒരു ഹദീസിലൂടെ കാണാം വലാ തംശി ഫൗഖൽ അർളി ഇല്ലാ തവാദുആ. ഭൂമിയിൽ നീ അഹങ്കരിച്ച് നടക്കരുത്. ഭൂമിയുടെ താഴെ നിന്നേക്കാൾ വലിയവനുള്ള ബോധമുണ്ടാകണം. ഇതാണ് മഹാന്മാരുടെ നടത്തം. ഉയർച്ചയും താഴ്ചയും നൽകുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. പണക്കാരനാക്കുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. പാവപ്പെട്ടവനാക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. പണ്ഡിതനാക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. എല്ലാം തരുന്നത് അള്ളയാണ്. മക്കളെ തരുന്നത് അള്ളയാണ്. അതുകൊണ്ട് നീ ഭൂമിയുടെ മുകളിലൂടെ അഹങ്കരിച്ച് നടക്കണ്ട. വലാ തംശി ഫിൽ അർളി മർഹാ. നീ വിനയം കാണിക്കുക, കിബർ നടിച്ച് നടക്കണ്ട. ഈ ഒരു ചിന്ത മനസ്സിലുള്ള മഹാനായിരുന്നു ശൈഖുനാ സിയം വലിയുല്ലാഹി. അതല്ലാതെ ഒരു വെളുപ്പാൻ കാലത്ത് തോളിൽ ഒരു പച്ച ശാലും വിരിച്ചിട്ട് ചുണ്ടില് വെറ്റിലാതാ തിന്നിട്ട് ചോപ്പ് ഉറപ്പ് വരുത്തിയതിനു ശേഷം കുളിച്ചു മാറ്റാതെ വഴി നടന്നു പോകുന്ന അതാ നീചനും നികൃഷ്ടനുമാകുന്ന കോലത്തില് സുബ്ഹാനല്ലാഹ് അഡ്രസ്സും വിലാസവും ഇല്ലാതെ അടിയാധാരങ്ങളില്ലാത്ത കടന്നു വന്ന ഒരാളല്ലല്ലോ ശൈഖുനാ സിയം വലിയുല്ലാഹി. അടിയാധാരമുള്ള, അന്തസ്സുള്ള, അഭിമാനമുള്ള, പടവുകളും ഉയർച്ചയും ചോദിച്ചു വാങ്ങി നേടിയെടുത്ത് അധ്വാനിച്ച് നേടിയെടുത്തിട്ട് ലോകത്തിന്റെ മുന്നിൽ നെളിഞ്ഞു നിന്ന് തിളങ്ങി നിന്ന് വിളങ്ങി നിന്ന് കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു മഹാനാണല്ലോ ശൈഖുനാ സിയം വലിയുല്ലാഹി. അവിടുത്തെ ബറക്കത്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനവരുകളെ സംബന്ധിച്ച് മുഹമ്മദ് മുസ്ലിയാർ പറയുകയാണ്, ബാഖിയാത്തിൽ പഠിക്കുന്ന കാലം സുബ്ഹാനല്ലാഹ് ഞങ്ങൾ ശരീക്കായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ പടന്നയില് ദർസ് നടത്തുന്ന സമയം പെട്ടെന്ന് ഒരു ദിനം ഞാൻ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ക്ഷീണം എനിക്ക് അനുഭവപ്പെട്ടു. ശരീരം ഒന്നാകെ തളർന്നു. അതാ ഞാൻ മരിക്കുമെന്ന് ഉറപ്പാകുകയാണ്. അതാ ടെൻഷൻ വർദ്ധിച്ചു. പഠിച്ച പണിയെല്ലാം ഞാൻ പയറ്റി നോക്കി, മാറ്റമില്ല. വലിയ മർത്തബയിലുള്ള ശൈഖുനാന് എന്റെ ശരീരത്തിനെ ഒന്ന് കാണണം, അവിടെ പോയി കാര്യങ്ങൾ പറയണം. നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. കോഴിക്കോട് അതാ വണ്ടി ഇറങ്ങുന്നു. ഇടിയങ്ങര മൂപ്പന്റെ വീട്ടിലേക്ക് നടന്നു നീങ്ങുന്നു. പക്ഷേ ആശ നിരാശയായി, പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു. മൂപ്പന്റെ ഗർജനമാണ്. ഇവിടെ ആരെയും സ്വീകരിക്കുന്നില്ല, ഇവിടെ ആർക്കും ഇപ്പോൾ പ്രവേശനമില്ല, പോകണമെന്നുള്ള ഗർജനം. സുബ്ഹാനല്ലാഹ്. കൂടെ പഠിച്ച മുഹമ്മദ് മുസ്ലിയാരാണ് വന്നത് എന്ന് നിങ്ങളൊന്ന് പറയുമോ? ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഇത് പറഞ്ഞു തീരേണ്ട താമസം മുകളിൽ നിന്ന് വെളിയാളം വരുന്നു. എന്റെ സദീഖ് മുഹമ്മദിനെ ഇങ്ങോട്ട് കടത്തിവിടൂ. മുഹമ്മദ് മുസ്ലിയാർക്ക് സന്തോഷമായി. ആർക്കും അതാ തുറന്നു കൊടുക്കാത്ത ഗേറ്റുകൾ മലർക്കെ തുറക്കപ്പെടുന്നു. മുഹമ്മദ് മുസ്ലിയാര് സന്തോഷത്തോടെ, ആവേശത്തോടെ, ആമോദത്തോടെ തന്റെ എല്ലാ ഭാരങ്ങളും മറക്കി വെക്കാൻ കഴിയുമെന്നുള്ള ചിന്തയിലൂടെ മഹാനവരുകൾ ഓരോ സ്റ്റെപ്പുകളും മുകളിലേക്ക് കയറുന്നു. റൂമിലെത്തുന്നു. ശൈഖുനായെ കാണുന്നു. ശൈഖുനാക്ക് കണ്ടാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷാൾ
എന്നാൽ അതാ കടലാസിൽ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതങ്ങ് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് മുസ്ലിയാരിൽ നിന്ന് സാലി വാങ്ങിയിട്ട് ഒരൊറ്റ ഗർജനം, മസ്ഹൂറുൻ അൻത മസ്ഹൂറുൻ അൻത, നിനക്ക് സിഹറുണ്ടല്ലോ, നിനക്ക് സിഹറുണ്ടല്ലോ, നീ സിഹറിൽ പെട്ടുപോയിട്ടുണ്ടല്ലോ. ഒന്നും പറഞ്ഞില്ല. മുഹമ്മദ് മുസ്ലിയാർ അത്ഭുതത്തോടെ ഞെട്ടിത്തെറിച്ചു പോയി. സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, ആ സാലി പൊതിഞ്ഞ കടലാസ് അതാ ആ പൊതി അഴിച്ചെടുത്തതിന് ശേഷം സാലി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് ആ കടലാസ് അതാ എടുത്ത് കഷ്ണം മടക്കിയതിന് ശേഷം അതാ പീസ് പീസാക്കുന്നു, കഷ്ടമാക്കുന്നു, എന്തൊക്കെയോ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ കഷ്ടങ്ങളും അതാ ഓരോ ഭാഗത്തേക്ക് വലിച്ചെറിയുന്നു. എന്നിട്ട് പറയുന്നു, എന്റെ നേരെ നോക്കിയിട്ട്, എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരൊറ്റ ഗർജനം, വഖദ് അബ്തൽതുഹു വഖദ് അബ്തൽതുഹു. കണ്ടോ, ഒരു ഒഴിഞ്ഞു വാങ്ങലില്ല, ഒരു മന്ത്രമില്ല, ഒരു തകിടില്ല, ഒരു നൂലില്ല, ഒരു വള്ളം കൊടുക്കലില്ല. അവിടെന്ന് പറയുന്നു, വഖദ് അബ്തൽതുഹു, ഞാനത് ബാത്തിലാക്കിയിരിക്കുന്നു, ഞാനത് നശിപ്പിച്ചിരിക്കുന്നു. മഹാനായ മുഹമ്മദ് മുസ്ലിയാർ പറയുന്നു, ആ കടലാസുകൾ കഷ്ടങ്ങളായി നിലത്തേക്ക് വീണുകൊണ്ടിരിക്കുമ്പോ എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ താഴോട്ട് വീഴുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് മുഹമ്മദ് മുസ്ലിയാർ പറയുന്നു. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട്, ശൈഖുനാന്റെ കറാമത്ത് കൊണ്ട് നമ്മുടെ സിഹറുകളും നമ്മുടെ സ്ഥാപനത്തിനുള്ള സിഹറുകളും അല്ലാഹു ബാത്തിലാക്കി തരുമാറാകട്ടെ. ഇതാണ് ശൈഖുനാ. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഠിക്കും തോറും പഠിക്കാനും അറിയും തോറും കാണാനും അണ്ടോ കൊതിക്കുന്നൊരു നേതാവ്, കൊതിക്കുന്നൊരു മഹാനുഭാവൻ ശൈഖുനാ സി.എം. വലിയുല്ലാഹി. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഈ നാട്ടിൽ റഹ്മത്ത് ചൊരിയട്ടെ, ബറക്കത്ത് ചൊരിയട്ടെ. മുഹമ്മദ് മുസ്ലിയാർ അവിടുന്ന് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇത് നിങ്ങൾ നോക്കി, അപസ്മാരമുള്ള ഒരാളുടെ അപസ്മാരം എങ്ങനെയാണ് മാറ്റിയത്? കോയപ്പറമ്പത്ത് മീത്തലിലെ മുഹമ്മദ് മുസ്ലിയാർ 6 മാസം ശൈഖുനായുടെ ശിഷ്യനാണ്. 6 മാസം മഹാനവറുകളുടെ ദർസിൽ ഓതി പഠിച്ച മഹാനാണ്. ഇടയ്ക്കിടയ്ക്ക് അപസ്മാരമുണ്ടാകാറുണ്ട് ദർസിൽ പഠിക്കുമ്പോൾ. ആ സമയത്ത് ദർസിൽ വെച്ച് 1-2 തവണ, ശൈഖുനാന്റെ ദർസിൽ വെച്ച് 1-2 തവണ അപസ്മാരമുണ്ടാകുന്നു. കുട്ടികൾ പിടിക്കാൻ ചൊല്ലും. അങ്ങനെ അതാ അപസ്മാരം കുറച്ചു കഴിഞ്ഞാൽ മാറിപ്പോകും. ഒരവസരത്തിൽ ശൈഖുനാന്റെ മുമ്പിൽ വെച്ച് അപസ്മാരമുണ്ടാകുന്നു. കുട്ടികൾ പിടിക്കാൻ ചെന്നപ്പോൾ ശൈഖുന പറയുന്നു, പിടിക്കണ്ട വീഴട്ടെ, പിടിക്കണ്ട വീഴട്ടെ. കണ്ടോ, ദർസ് നടക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ ഇങ്ങനെ പെയ്യുകയാണ്. അവരുകള് കുറച്ചു നേരം പുറത്തേക്ക് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് കോരിച്ചെരിയുന്ന മഴ, അള്ളാന്റെ റഹ്മത്ത്. ആ മഴയെ നോക്കി അവരുകള് പറയുന്നു, അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. അന്നത്തെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ആ സമയത്ത് മഹാനായ ശൈഖുന പറയുന്നു, ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ ഇത്ര നല്ല മഴ കിട്ടുമോ? ഇത്ര നല്ല തെളിനീരായ വെള്ളം നമുക്ക് കിട്ടുമോ? മഴയെ നോക്കി ശൈഖുന സി.എം. വലിയുല്ലാഹി അവരുകൾ പറയുന്നു. എന്നിട്ട് പറയാണ്, അല്ലാഹു അതാണ് നിങ്ങൾക്ക് അതാ റബ്ബുൽ ഇസ്സത്ത് താടി കൊടുത്തു. അത് അവരുടെ മൊഞ്ചിന് വേണ്ടി താടി കൊടുത്ത് എത്ര നല്ലവനാണ് അല്ലാഹു തആല. പെണ്ണിന് അല്ലാഹു മീശയും താടിയും കൊടുത്തില്ലല്ലോ. എത്ര മാന്യനാണ് അല്ലാഹു തആല. ദർസിൽ നിന്ന് കുട്ടികളോട് പറയുകയാണ്, എന്നാൽ ആണ് പെണ്ണിനെ പോലെ ആകാൻ പറ്റുമോ? അല്ലാഹ് കൊടുത്തത് നീക്കാൻ പറ്റുമോ? ഇതങ്ങ് പറയേണ്ട താമസം സഹോദരാ. ചില ആണുങ്ങൾക്ക്
പെണ്ണാവാനാണ് ഇഷ്ടമുള്ളത്, താടി വടിച്ചിട്ട് ക്ലീൻ സേവാവാനാണ് ഇഷ്ടമുള്ളത്. ഇത് കേട്ടതോടെ താടി വടച്ചു കളഞ്ഞിരുന്ന മുഹമ്മദ് മുസ്ലിയാർ അതാ അന്നത്തെ സബക്കിൽ ഇത് കേട്ടതോടെ അതാ താടി പിന്നെ വടിച്ചില്ല, ഒരു രോമവും കളഞ്ഞില്ല. താടി വെച്ച് തുടങ്ങിയ മുസ്ലിയാർക്ക് ആ താടിയുടെ ബറക്കത്ത് കൊണ്ട് ശൈഖുനാ സമ്മതത്തോടുകൂടി വെച്ച താടിയുടെ ബറക്കത്ത് കൊണ്ട് പിന്നെ അപസ്മാരമില്ല, പിന്നെ അപസ്മാരമില്ല. ശൈഖുനാന്റെ സമ്മതത്തോട് കൂടി താടി വെച്ചപ്പോ അപസ്മാരം അല്ലാഹു തആല എടുത്തു കളഞ്ഞു പോയി. അല്ലാഹു നമ്മുടെ രോഗങ്ങളൊക്കെയും മാറ്റി തരുമാറാകട്ടെ. ഇത് നിങ്ങൾ നോക്ക്, 1962 മഹാനവറുകൾ ഹജ്ജിന് പോവുകയാണ്. ഇന്നത്തെ പോലെ വിമാനങ്ങളില്ല, ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല. അന്ന് കപ്പലിലാണ് ഹജ്ജ് യാത്ര. മനസ്സിലാക്കണം, അന്ന് പോയാൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ല. മരിക്കുമെന്ന് മരിച്ച് മയ്യത്താണ് നാട്ടിലേക്ക് കൊണ്ടുവരാറുള്ളത്. കാരണം കപ്പലിൽ നീണ്ട യാത്രയാണ്. ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ലാത്ത കാലം 962 അതാ മഹാനായ ശൈഖുന സിഎം റളിയല്ലാഹു അവരുകള് ഹജ്ജിന് പോകുന്നു. ആരാണ് കൂടെ ഉണ്ടായിരുന്നതെന്നറിയുമോ? അബൂബക്കർ ഹാജിയാണ് കൂടെ ഉണ്ടായിരുന്നത്. കപ്പലിലാണ് യാത്ര. കപ്പൽ ഇങ്ങനെ ആഴക്കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നടുക്കടലിൽ വെച്ച് കപ്പലിന് കാറ്റ് പിടിച്ചു. ഉലയുന്നു, ആളുകൾ ബേജാറാകുന്നു, വിഷമത്തിലാകുന്നു, കൂട്ടക്കരച്ചിലാണ്, പൊട്ടിക്കരച്ചിലാണ്, നിലവിളിയുടെ ശബ്ദം കേൾക്കുന്നു. കപ്പലിന്റെ ഡ്രൈവർ കപ്പിത്താനുണ്ടല്ലോ, അപായ സൂചന നൽകുന്നു. നീന്താൻ അറിയുന്നവർ നീന്തി രക്ഷപ്പെട്ട് കൊള്ളണം. അതാ സുരക്ഷാ ട്യൂബുകളൊക്കെയും എല്ലാം കൊടുത്തു കളഞ്ഞു, എല്ലാം യാത്രക്കാർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി അതാ മരണമാണ്. രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടു, കപ്പൽ മറിയുമെന്ന് ഉറപ്പ് തന്നെ കപ്പിത്താൻ കൊടുത്തു. നിങ്ങൾ അതാ നീന്തൽ അറിയുന്നവർക്ക് രക്ഷയുണ്ട്, അല്ലാത്തവർക്ക് അതാ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ രക്ഷയുണ്ട്. ഞങ്ങളൊന്നും അറിയില്ലെന്ന് കപ്പിത്താൻ വിളിച്ചു പറയുമ്പോ എല്ലാവരും വിഷമവൃത്തത്തിലാണ്. ആരോടാണ് പറയേണ്ടത്? അപ്പോഴാണ് ആ കപ്പലിൽ ഒരു മനുഷ്യൻ, ഒരു ബേജാറില്ല ആ മുഖത്ത്, ഒരു വിഷമങ്ങളില്ല ആ മുഖത്ത്. കപ്പൽ ആടി ഉലയുമ്പോഴും പുഞ്ചിരിയാണ്, കഥാ കാറ്റടിക്കുമ്പോഴും പുഞ്ചിരിയാണ്. ആ മനസ്സിന് വിഷമങ്ങളില്ല, ആ മനസ്സിന് പ്രയാസങ്ങളില്ല, കപ്പൽ മറിയുമെന്ന് പേടിയുമില്ല. എല്ലാവരും കരയുന്ന ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്നതാ ശൈഖുന സിഎം റളിയല്ലാഹു അവരുകൾ പറയുന്നു, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി നിങ്ങൾ പേടിക്കണ്ട, കപ്പലിനൊന്നും സംഭവിക്കൂല, കപ്പലിനൊന്നും സംഭവിക്കൂല. എന്നെ പേടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. കണ്ടോ, മഹാന്മാരെ വിളിച്ചപ്പോ, മഹാന്മാരെ പിടിച്ചപ്പോ, അല്ലാഹുവിനെ പിടിച്ചപ്പോ ശൈഖുനാക്ക് റബ്ബ് കാവല് കൊടുത്തു. ആ ശൈഖുനയുള്ള കപ്പലിന് കാവല് കൊടുത്തു. ശൈഖുന കയറിയ കപ്പലിൽ കയറിയ ജനങ്ങൾക്ക് കാവല് കൊടുത്തു. മനസ്സിലാക്കണം, ഇതെന്താണ് കാരണം? ശൈഖുന ആ കപ്പലിൽ ഇല്ലെങ്കിൽ ആ കപ്പല് മുങ്ങുമെന്നുറപ്പാണ്, ജനങ്ങൾ മരിക്കുമെന്നുറപ്പാണ്. അള്ളാന്റെ മുഹിബ്ബ്, അള്ളാന്റെ ഒരു ഇഷ്ടദാസൻ, അള്ളാനെ പേടിക്കുന്ന ഒരാള് ആ കപ്പലിൽ ഉണ്ടാകുമ്പോൾ കപ്പലിന് നാശം വരാൻ പറ്റൂലല്ലോ എന്ന് റബ്ബ് തീരുമാനിക്കുകയും ആ കപ്പലിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ആ ശൈഖുനയുള്ള കപ്പലിലുള്ള ജനങ്ങൾക്കും അല്ലാഹു രക്ഷ കൊടുത്തു, രക്ഷ കൊടുത്തു. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനസ്സിലാക്കണം, പറഞ്ഞാൽ തീരുമോ കഥകള്, പറഞ്ഞാൽ തീരുമോ അനുഭവങ്ങള്, പറഞ്ഞാൽ തീരുമോ ചരിത്രങ്ങള്? വായിക്കും തോറും പഠിക്കും തോറും വിശാലമായ ചരിത്രത്താളുകളല്ലേ നമുക്ക് മറിക്കാൻ കഴിയുന്നത്. അല്ലാഹു അവിടുത്തെ ജീവിതം കൂടുതൽ കൂടുതൽ പഠിക്കാൻ, കൂടുതൽ കൂടുതൽ അറിയാൻ, കൂടുതൽ കൂടുതൽ ലോകത്തിന് പരിചയപ്പെടുത്താൻ
മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹിൽ മദബൂരി റളിയല്ലാഹു അൻസിരിന്നൂരി റളിയല്ലാഹു അൻഹിൽ മദബൂരി റളിയല്ലാഹു അൻസിരിന്നൂരി റളിയല്ലാഹു അൻഹിൽ മദബൂരി റളിയല്ലാഹു അൻസിരിന്നൂരി. അല്ലാഹു നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ അറിയാത്ത ഒരു കൂട്ടം ആളുകൾ, കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ അറിയാത്ത ഒരു കൂട്ടം അല്പജ്ഞാനികൾ, വിവരദോഷികൾ, ആദർശത്തെ അടിയറ വെച്ചതോ ലോകത്ത് പദസഞ്ചാരം നടത്തുന്ന ചില മുറിയൻ മൗലവിമാർ, അവര് മാത്രമേ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കെതിരെ കൊഞ്ഞനം കൊത്തുകയും ഔലിയാക്കന്മാരെ തേജോവധം ചെയ്യുകയുമുള്ളൂ. അവരെ ശർറുകളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മളെ മക്കളെ കാക്കട്ടെ, നമ്മളെ നാടിനെ കാക്കട്ടെ, നമ്മളെ പരമ്പരയെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കണ്ടോ, മഹാനായ ശൈഖുനാ സിയം റളിയല്ലാഹു അവരുകള് രാത്രി കാലത്ത് പള്ളി മുറ്റത്തിറങ്ങി ദിക്ർ തസ്ബീഹ് മാലയും കയ്യിൽ പിടിച്ച് ദിക്റും ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന്റെ ഇടയില് അതാ പെട്ടെന്ന് ആ മടവൂര് പ്രദേശത്തെ പെരിയട്ടിച്ചാലിൽ അബൂബക്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അങ്ങോട്ട് കടന്നു വരികയാണ് പള്ളിയുടെ മുറ്റത്തേക്ക്. ഇശാ നിസ്കരിക്കുവാൻ കയറി വരുമ്പോൾ സിഎമ്മിനെ ദൂരെ നിന്ന് ആ മനുഷ്യൻ കാണുന്നു. അടുത്ത് ചെന്ന് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോഴാണ് ഈ മനുഷ്യന്റെ മനസ്സിൽ എന്താണുള്ളത്? പടച്ചറപ്പേ, ഒന്ന് മഴ കിട്ടിയാൽ നന്നായിരുന്നു. എന്റെ കവുങ്ങിൻ തോട്ടങ്ങളൊക്കെ നശിക്കുകയാണ്, എന്റെ വാഴത്തോട്ടങ്ങളൊക്കെ നശിക്കുകയാണ്, എന്റെ കൃഷികൾ മുഴുവനും നശിക്കുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇയാൾ വരുന്നത്. സലാമടക്കിയിട്ട് സിഎമ്മിന്റെ ചോദ്യമാണ്, ശൈഖുനാന്റെ ചോദ്യമാണ്, അല്ലയോ അബൂബക്കറേ, ഇപ്പോൾ മഴ കിട്ടിയാൽ എങ്ങനെയുണ്ടാകും നിന്റെ അവസ്ഥ? വെള്ളം കിട്ടാതെ കൃഷിയൊക്കെ നശിക്കുകയാണല്ലോ. അബൂബക്കർ പറയുകയാണ്, ശൈഖുനാ, കെട്ടിയാൽ വളരെ നല്ലതാണ്, വളരെ സന്തോഷമാണ്. എന്നാൽ മോനെ, നീ വദു എടുക്കുക, വേഗം വരിക, വദു എടുത്ത് പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ തന്നെ ഇരിക്കൂ, ഒക്കെ റബ്ബ് ശരിയാക്കി തരോ. അബൂബക്കർ അതാ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്നതാ തിരിഞ്ഞു നോക്കുമ്പോൾ ശക്തമായ മഴയും കാറ്റും പുറത്തടിക്കുച്ചു വീശുന്നു. കോരിച്ചെറിയുന്ന മഴയാണ്, ഭൂമി ദാഹം തീർക്കുന്നു, കൃഷികളൊക്കെ നനയുന്നു, എല്ലാ സ്ഥലത്തും വെള്ളമാണ്, കാറ്റും ഇടിയും മിന്നും അതാ ലഭിക്കുന്നു. പെട്ടെന്ന് അബൂബക്കർ ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്തും വിത്റുമെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ഇരുന്നു. ശക്തമായ മഴ കാരണം പുറത്തു വരാൻ കഴിയുന്നില്ല. ശൈഖുന പള്ളിയിലേക്ക് കയറിട്ട് ചോദിക്കുന്നു, അബൂബക്കറേ, നല്ല മഴയല്ലോ? അതെ, നല്ല മഴ തന്നെയാണ്, ബുദ്ധിമുട്ടില്ലാത്ത നല്ല മഴ. ശൈഖുന ചോദിക്കുന്നു, ഇനി മതിയായോ? ഇനി നിർത്തട്ടെ? നേരത്തെ മഴയുടെ ബട്ടണമർത്തുന്നു, ഇനി അതാ മഴ നിർത്താൻ പോകുന്നു. സഹോദരങ്ങളെ, നേരത്തെ മഴ വേണോ എന്ന് ചോദിച്ച് ഭക്ഷണമർത്തി ഇനി മഴ നിർത്തുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ മഴ മതി, ശൈഖുനാക്ക് മതിയോ? എന്നാൽ എനിക്കും മതി. എന്നാൽ അബൂബക്കറെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൂ, ഒക്കെ ഞാൻ ശരിയാക്കി തരാം. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോൾ മഴ നിന്ന് പോയി, കാറ്റ് നിന്ന് പോയി, ഇടി നിന്ന് പോയി, മിന്നു നിന്ന് പോയി, എല്ലാം നിന്ന് പോയി. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഓർഡറാണ്, അല്ലാഹു
അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവർ വല്ലതും ചോദിച്ചാൽ, ആരാനും ചോദിച്ചാൽ, അവർക്ക് ഞാൻ കൊടുക്കുമെന്നും അനുവാദം കൂടാതെ അതാ സൃഷ്ടികൾക്ക് വിതരണം ചെയ്യുമെന്നും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അതാ പറഞ്ഞില്ലേ. നേരത്തെ അബൂബക്കർ വന്നത് മഴയ്ക്ക് വേണ്ടിയുള്ള മനസ്സുമായി വന്നപ്പോ പറയാതെ തന്നെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ശൈഖുനെ കൊടുത്തുപോയി. സഹോദരന്മാരെ, ആ മഹാന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ശൈഖുന ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. ചെയ്തില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലി നീ എന്റെ മാനില്ലാതെന്നോവർ. അല്ലാഹുവിന്റെ നിർദ്ദേശമില്ലാതെ ഒരു മഴയും ലോകത്ത് നൽകൂല, ഒരു സാധനവും ലോകത്ത് നൽകൂല. കണ്ടോ, ഇതാണ് മഹാന്മാരുടെ പവർ. വിലായത്തിന്റെ പടവുകൾ താണ്ടിയിട്ട് അല്ലാഹുവിന്റെ അതാ സമീപത്തെത്തുമ്പോൾ അവര് പറയുന്നു, എന്നോട് തേടുവിൻ വേണ്ടുന്നതെപ്പോഴും എന്നോട് തേടിയതെല്ലാം കൊടുത്തോവർ, എല്ലാം കൊടുത്തോവർ, എല്ലാം കൊടുത്തോവർ. എന്നോട് വല്ലതും ചോദിച്ചാൽ ഒക്കെ അപ്പോ ഞാൻ കൊടുക്കോ. എന്തെല്ലാമാണ് മേലെ നടന്നോര് തത്തിച്ച് വെച്ചോവര്, വെലാൽ വരുന്ന വിഷളം പറഞ്ഞോവര്. ഇതൊക്കെ മഹാന്മാർക്ക് അല്ല കൊടുക്കുന്ന കഴിവാണ്. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അല്ല കൊടുക്കുന്ന വലിയ വലിയ സ്ഥാനമാനങ്ങളാണ്. ത്യാഗത്തിന്റെ തീച്ചൂളയിലിട്ട് മനസ്സാകുന്ന മഹൽ പ്രപഞ്ചത്തെ, ആത്മാവാകുന്ന ആ ഉരുക്ക് കോട്ടയെ തീച്ചൂളയിലിട്ട് അതാ പാകപ്പെടുത്തി, അതാ മിനുക്കി പാകപ്പെടുത്തി മൂർച്ചയുള്ള ഈമാനാകുന്ന മൂർച്ച കൊണ്ട്, ഈമാനാകുന്ന ആ വലിയ മൂർച്ച കൊണ്ട് മനസ്സാകുന്ന ആയുധത്തെ മൂർച്ച കൂട്ടിയാൽ അല്ല കൊടുക്കുന്ന പവറാണ്, അല്ല കൊടുക്കുന്ന പവറാണ്. അങ്ങനെ ആ പവറ് കിട്ടിക്കഴിഞ്ഞാൽ ഏകാന്ത പതികനായി കാട്ടിലൂടെ ശൈഖുന സഞ്ചരിച്ചു. ഒരു പിടിമൃഗവും ശൈഖുനായ തിന്നിട്ടില്ല, ഭയപ്പെടുത്തിയില്ല. മലകളും തോടുകളും കാടുകളും റോഡുകളും താണ്ടിയിട്ട് അതാ കാട്ടുമൃഗങ്ങളും വന്യജീവികളും ശൈഖുനാക്ക് കീഴ്പ്പെട്ടില്ലേ. അല്ലാഹുവിനെ പേടിച്ചപ്പോൾ തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ എല്ലാം പരമേൽപ്പിച്ചപ്പോൾ അവർക്ക് ഒന്നുമില്ല. അങ്ങനെ മഹാനവറുകള് നാട്ടിൽ മുഴുവനും സുജൂദിലായി, നാട്ടിലും കാട്ടിലും തോട്ടിലും റോട്ടിലും സുജൂദ് ചെയ്യുന്ന കാലം. ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഏത് ഉമ്മാക്കും മക്കളോട് ഒരു സ്നേഹമുണ്ടാകുമല്ലോ, കാട്ടിലും തോട്ടിലും നടു റോട്ടിലും പാറക്കല്ലിലും സുജൂദ് ചെയ്യുമ്പോൾ ഒരു വേള ഉമ്മ ചോദിച്ചു, മോനെ, നിന്റെ ഈ പരിശുദ്ധമാക്കുന്ന നെറ്റിത്തടം നീ കരിമ്പാറകൾക്ക് മുകളിലും റോട്ടിലും തോട്ടിലും കാട്ടിലും വെച്ചിട്ട് നീ സുജൂദ് ചെയ്ത് നീ വിഷമിപ്പിക്കുമ്പോ നിനക്ക് അതാ വേദനയാവില്ലേ, നിനക്ക് വിഷമമാകില്ലേ? ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്ന മോനെ. ആ സമയത്ത് അവിടുത്തെ പവിഴപ്പിതുർമ ചുണ്ടനക്കിക്കൊണ്ട് സ്നേഹമസൃണമായ വാക്കുകൾ ചൊരിഞ്ഞു ഉമ്മാനെ സമാധാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മ, കരളിന്റെ കഷ്ടമായ ഉമ്മ, സ്വർഗമായ ഉമ്മ, സ്നേഹമായ ഉമ്മ, സമാധാനത്തിന്റെ കേദാരമായ ഉമ്മ, കാരുണ്യത്തിന്റെ കടലായ ഉമ്മ, അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങൾ കണ്ണിൽ കാണുമ്പോൾ, നൂറാനിയത്ത് കൽബിൽ മിന്നുമ്പോൾ, അല്ലാഹുവിന്റെ നൂറാനിയത്ത് കൽബിൽ മിന്നി മറിയുമ്പോൾ ഞാനെന്ത് ചെയ്യാനാ, ഞാനെന്ത്
എന്ത് ചെയ്യാനാ? എനിക്ക് സുജൂദല്ലാതെ മറ്റൊരു മാർഗവുമില്ലല്ലോ, മറ്റൊരു മാർഗവുമില്ലല്ലോ. ഉമ്മാക്ക് മകന്റെ മറുപടിക്ക് വേറൊരു മറുപടി ചോദ്യമോ മറുപടിയോ പറയാനില്ല. ആ ശൈഖുനാന്റെ പാവനമായ പരിപാവനമായ പരിശുദ്ധമായ സംശുദ്ധമായ ആ പുണ്യ നെറ്റിത്തടം വെച്ച സ്ഥലങ്ങളിലൊക്കെ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രങ്ങളാണ്. മർക്കസ് എവിടെയാണ് നിലനിൽക്കുന്നത്? ബൈത്തുൽ ഇസ്മ എവിടെയാണ് നിലനിൽക്കുന്നത്? കരിപ്പൂർ എയർപോർട്ടിനെ സംബന്ധിച്ച് ഞാൻ 1-ാം ഭാഗം കേസറ്റിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ സുജൂദ് ചെയ്ത സ്ഥലങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രങ്ങൾ അതാ ഉയർന്നു ഭംഗിപ്പോയി, വളർന്നു പന്തലിച്ചു പോയി. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നമ്മളെ നന്നാക്കട്ടെ, സാധുവായ എന്നെ നന്നാക്കട്ടെ, നിങ്ങളെ നന്നാക്കട്ടെ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരങ്ങളെ? നാട്ടിക ഉമർ ഹാജി മഹാനവറുകൾ ശൈഖുനാ നബിയായി സ്നേഹിക്കുന്ന പ്രേമിക്കുന്ന ഒരു മനസ്സായിരുന്നു. സൗദി അറേബ്യയിലെ പോലീസ് ദൈത്ത് എന്ന് പറയുന്ന സ്റ്റേഷനിൽ മഹാനവറുകളെ നാട്ടിക ഉമർ ഹാജിയെ പിടിച്ചു. സ്പോൺസർ വന്നു, ഹാജിയെ വിട്ടുതരണമെന്ന് പറഞ്ഞു. അവിടുത്തെ പോലീസ് മുത്തവ, അവിടുത്തെ ഷുർത്ത, അവിടെ പോലീസിന് പറയുന്ന പേര് ഷുർത്ത എന്നാണ് അറബിയിൽ. ആ ഷുർത്ത പറഞ്ഞു വിട്ടുതരില്ല. കാരണം ഇയാൾ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പരിപാടി. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ കള്ളക്കേസിലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ തുറുങ്കലിലും അടക്കാൻ വേണ്ടി കുരുട്ട് വിദ്യകളും കുതന്ത്രങ്ങളും ഒരുക്കുന്ന ആദർശത്തെ അടിയറ വെച്ചതോ ലോകത്തെ പദസഞ്ചാരം നടത്തി അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് റൂട്ട് മാറി ഇബ്ലീസിന്റെ വഴിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പുത്തൻവാദികളുടെ കുതന്ത്രങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സഹോദരങ്ങളെ മനസ്സിലാക്കണം. ആ സമയത്ത് ഇവിടുത്തെ പോലീസ് പറഞ്ഞു ഇയാൾ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണ്. ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, ഇനി ഒരിക്കലും ഈ ജയിലിൽ നിന്ന് പുറത്തു ലോകം കാണില്ലെന്ന് ഹാജി ഉറപ്പിച്ചു. പക്ഷേ മഹാനായ ഹാജി പിടിച്ചതാരെയാണ്? ശൈഖുനാനെയാണ്. ആ സമയത്ത് ഒറ്റയ്ക്ക് ജയിലിൽ കിടക്കുമ്പോ 2 റക്അത്ത് നിസ്കരിക്കുന്നു. നിസ്കരിച്ചൊന്നും മയങ്ങുകയാണ്. മയങ്ങിയപ്പോൾ ഒരാൾ വരുന്നു. ആരാണ് വരുന്നതെന്നറിയുമോ? ശൈഖുന സിയം വലിയുല്ലാഹി ഹാജി ആരുടെ ആ ജയിലിലേക്ക് വരുന്നു. എഴുന്നേൽക്കൂ, പുറത്ത് പോകൂ, എഴുന്നേൽക്കൂ, പുറത്ത് പോകൂ. ഞാൻ ഗേറ്റ് തുറന്നു വെച്ചിട്ടുണ്ട്, ഞാനെല്ലാം പാസ്സാക്കിയിട്ടുണ്ട്, ഞാനെല്ലാ കുരുക്കുകളും നീക്കിയിട്ടുണ്ട്. നേരം പുലർന്നപ്പോൾ ഹാജിയാര് ഉറക്കിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റതാ നോക്കുമ്പോ ആളെ കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞ് നേരം പുലർന്നപ്പോ അവിടുത്തെ അതാ പോലീസുകാര് സുഹൃത്തുക്കള് ജയിൽ വാർഡന്മാര് വന്നിട്ട് പറയുന്നു നാട്ടിക ഉമർ ഹാജി എവിടെ? അന്വേഷിക്കുന്നു. നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു, നിങ്ങളെതാ വെറുതെ വിട്ടിരിക്കുന്നു. കയ്യം പിടിച്ച് സലാം പറഞ്ഞ് മർഹബ ചൊല്ലിക്കൊണ്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നെ പേടിച്ചോർക്ക് ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോവരെ. ശൈഖുനാനെ പിടിച്ചപ്പോൾ, ശൈഖുനാനെ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ, ശൈഖുനായിലൂടെ അല്ലാഹുവിലേക്ക് അടുത്തപ്പോ കണ്ടോ, അല്ലാഹുവിനോട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ശൈഖുനാനെ വിളിച്ചിട്ട് അല്ലാഹുവിനോട് രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞപ്പോ ശൈഖുന അല്ലാഹു സ്നേഹിച്ച മഹാനാണല്ലോ. അല്ലാഹ് സ്നേഹിച്ച മഹാനോടുള്ള സ്നേഹം കാരണം ഈ ഹാജിയാരെ അല്ലാഹു രക്ഷപ്പെടുത്തി.
അല്ലാഹു നമ്മളെയും സർവ്വ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാന്റെ ബറക്കത്ത് കൊണ്ട് സഹോദരങ്ങളെ, ശൈഖുന സിഎം റളിയല്ലാഹു അവരുടെ ഉയരങ്ങൾ ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും റബ്ബിനോടല്ലാതെ തന്റെ ആവശ്യങ്ങൾ, തന്റെ പരിഭവങ്ങൾ, സങ്കടങ്ങൾ ഒരാളോടും പറയാറില്ല. വലിയ വലിയ മുതലാളിമാർ, വലിയ വലിയ രാജാക്കന്മാർ, വലിയ വലിയ പണക്കാര് വന്നിട്ട് ശൈഖുനാനോട് കൊട്ടാരം വേണോ, പണം വേണോ, എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോഴും ഒന്നും വേണ്ട, ഒന്നും വേണ്ട, താഴ്മയുടെ ഭാഷ്യത്തോടുകൂടി താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് ഒന്നും വേണ്ട. അവരങ്ങ് പോയി കഴിഞ്ഞാൽ, അവരങ്ങ് മാറി നിന്നാൽ ശൈഖുന സിഎം റളിയല്ലാഹു അവരുകൾ പറയുന്നത് ആരോടാണ്? ജല്ല ജലാലായ റബ്ബിനോടാണ്. ഇല്ലൈക യാ റബ്ബി ഖദ് വജ്ജഅതു ഹാജാതി വജഅതു ബാബക യാ റബ്ബി ബിറഗ്ബാതി ഇഖ്ലി ഹവാഇജലി റബ്ബി ഫലസ്തു അറാ സിവാക യാ റബ്ബി മൻ ഖാദിൽ ഹാജാതി. ആരാരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് മഹാനബി റബ്ബിനെ വിളിച്ച് പാടുന്ന ബൈത്ത്, റബ്ബിനോട് മാത്രം ആവശ്യങ്ങൾ പറയുന്നു. ഇലൈക യാ റബ്ബി ഖദ് വജ്ജഅതു ഹാജാതി. ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് ഇതാ നിന്റെ മുന്നിൽ എന്റെ ആവശ്യങ്ങൾ മുഴുവനും ഞാൻ നിന്റെ മുമ്പിൽ വെക്കുകയാണ് നാഥാ. വജഅതു ബാബക യാ റബ്ബി ബിറഗ്ബാതി. രക്ഷിതാവേ, ആവേശത്തോടെ അത്യാഗ്രഹത്തോടെ ഞാൻ എന്റെ വാതിലിന് മുട്ടുന്നു. ഞാൻ എന്റെ ഡോറിന്റെ അരികത്ത് നിൽക്കുകയാണ്, നിന്റെ ഡോറിന്റെ അരികത്ത് നിൽക്കുകയാണ്. എനിക്കൊന്ന് തുറന്നു തരുമോ? എന്റെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൽ, എന്റെ പ്രയാസങ്ങൾ തീർക്കാൻ, എന്റെ രോഗം മാറാൻ, എന്റെ മനസ്സിന് ദാഹം തീർക്കാൻ, എന്റെ ശരീരത്തിന്റെ ദാഹം തീർക്കാൻ ലോകത്തൊരു സൃഷ്ടികൾക്കും സാധ്യമല്ല, നിനക്കല്ലാതെ. ആയതിനാൽ റഹ്മാനായ റബ്ബേ, നീ എന്റെ ആവശ്യങ്ങൾ വീട്ടിത്തരണം നാഥാ. നിനക്കല്ലാതെ മറ്റൊരാൾക്ക് എന്റെ ആവശ്യം വീട്ടാൻ സാധ്യമല്ലെന്ന് മഹാനവറുകൾ അല്ലാഹുവിനോട് പറയുന്നു. എത്ര ആളുകളാണ് ശൈഖുനാന്റെ അരികത്ത് വന്നിട്ട് പറയുന്നത്, എന്താ വേണ്ടത് ചെയ്തു തരാം. അപ്പം പറയാണ്, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. റബ്ബിനോടാണ് ആവശ്യങ്ങൾ പറയുന്നത്. അല്ലാഹു മഹാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെയും അല്ലാഹു തീർത്തു തരുമാറാകട്ടെ, തീർത്തു തരുമാറാകട്ടെ. പരിപൂർണമായി വായിച്ചു തീരാത്ത ആ ജീവിതത്തിന്റെ പുറംചട്ടകള്, ആ ജീവിതത്തിന്റെ പുറംചട്ടകള് പോലും നാം കണ്ടു തീർന്നിട്ടില്ല, അതേക്കുറിച്ച് നാം പറഞ്ഞു തീർന്നിട്ടില്ല, അതേക്കുറിച്ച് ആ പുസ്തകങ്ങൾ നാം വായിച്ചു തീർന്നിട്ടില്ല. ആലോചിക്കും തോറും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും തോറും മനസ്സ് വികസിക്കുന്നു, ആഗ്രഹങ്ങൾ കൂടുന്നു. മഹാന്റെ ബർക്കത്ത് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മനസ്സിലാക്കണം, ഉയർന്നങ്ങു ശൈഖുന അൻഖു റളിയല്ലാഹു പറഞ്ഞിട്ടൊതുക്കാൻ സാധ്യമല്ല മദ്ഹു. ശൈഖുനാന്റെ മദ്ഹുകൾ, ആ ശൈഖുനാന്റെ കറാമത്തുകൾ, ശൈഖുനാന്റെ വിഷയങ്ങൾ അതാ പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ദുനിയാവിനെ തലാക്ക് ചൊല്ലുന്നു, വിഷമങ്ങൾ മാറ്റിവെക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകള് ജീവിതകാലത്ത് തന്റെ പരിഭവങ്ങളും പരിവട്ടങ്ങളും പ്രയാസങ്ങളും വന്ന് പറയുമ്പോ സ്വന്തം പ്രയാസം മാറ്റിവെച്ച മഹാൻ, സ്വന്തം പ്രശ്നങ്ങൾ ഇതാ അവരുടെ മുമ്പിൽ നിരത്താത്ത മഹാൻ. സുബ്ഹാനല്ലാഹ്, വളരെ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന മഹാൻ, പലപ്പോഴും നോമ്പാണ്. സുബ്ഹാനല്ലാഹ്, ഏത് സമയത്തും നോമ്പാണ്, മുതഅല്ലിമാകുമ്പോഴും നോമ്പാണ്, പകല് നോമ്പ് തന്നെ, രാത്രി നിസ്കാരം തന്നെ. ജീവിതം അതാ
ആത്മീയതയിലൂടെ നീങ്ങുന്നു. തന്റെ മനസ്സിനെ ആത്മീയമാകുന്ന ആ പരിഭവത്തിന്റെ കൂട്ടിലിട്ടുകൊണ്ട് അതാ വളർത്തുന്നു. ആത്മീയത ഉന്മാദലഹരിയായി കണ്ട മഹാൽ, ദിക്ർ ഉന്മാദലഹരിയായി കണ്ട മഹാൽ, നോമ്പ് ഉന്മാദലഹരിയായി കണ്ട മഹാൽ, നിസ്കാരം ഉന്മാദലഹരിയായി കണ്ട മഹാൽ പെട്ടെന്നതാ ശൈഖുനാക്ക് പ്രമേഹം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. പ്രമേഹത്തിന്റെ അടിമയാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. ആരും അറിയില്ല. പക്ഷേ ഡോക്ടറെ സമീപിക്കാൻ ശൈഖുന സമ്മതിച്ചില്ല. തന്റെ ശരീരത്തിലേക്ക് ഒരു മരുന്നും കയറ്റാൻ ശൈഖുന സമ്മതിച്ചില്ല. ഒരു ഡോക്ടർക്കും തൊടാൻ ശൈഖുന സമ്മതം കൊടുത്തില്ല. പക്ഷേ ആ ശറഫാക്കപ്പെട്ട ശരീരം, ആ പുണ്യമാക്കപ്പെട്ട ശരീരം, ആ വെളുത്ത് തുളുമ്പി നിൽക്കുന്ന ആ മിനുസമായ ശരീരം തൊടാൻ ഭാഗ്യം ലഭിച്ചത്, അവിടെ ആ ശരീരത്തിൽ മരുന്ന് വെക്കാൻ ഭാഗ്യം ലഭിച്ചത്, ആ ശരീരത്തിന് തടവാൻ ഭാഗ്യം ലഭിച്ചത്, ആ ശരീരത്തിന് മരുന്ന് കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചത് അതാ മർഹൂം കലന്തംകുരിക്കൾക്ക് മാത്രമാണ്. ആ കലന്തംകുരിക്കൽ തൊട്ടാൽ ശൈഖുനാക്ക് പ്രശ്നമില്ല. വേറൊരു ഡോക്ടറും തൊടാൻ പാടില്ല, വേറെ ഒരു കുരിക്കളും തൊടാൻ പാടില്ല, വേറൊരാളും മരുന്ന് കൊടുക്കാൻ പാടില്ല. ചോദിക്കുന്നു, എന്താ ഡോക്ടർ രംഗത്ത് പോകാത്തത്? എല്ലാം റബ്ബിന്റെ പരീക്ഷണമാണ്, റബ്ബിന്റെ പരീക്ഷണമാണ്. എന്നെ കൊണ്ട് ആർക്കും ഒരു ഭാരമാവണ്ട, ഡോക്ടർക്ക് ഭാരമാവണ്ട, ഹോസ്പിറ്റലിന് ഭാരമാവണ്ട, മരുന്നിന് ഭാരമാവണ്ട. ഞാൻ റബ്ബിന്റെ അരികത്തേക്ക് പോകാൻ അടുത്തിരിക്കുന്നു. ഇതൊക്കെ റബ്ബിന്റെ ഒരു പരീക്ഷണമാണ്. അങ്ങനെ അതാ കണ്ണിന് കാഴ്ച കുറയുന്നു, ആളുകളെ തിരിച്ചറിയാതാവുന്നു. കൽബിന്റെ അതാ കൽബ് കൊണ്ടുള്ള കാഴ്ച, ഉൾക്കാഴ്ച കൊണ്ട് ആളുകളെ മനസ്സിലാക്കുന്നു. പെട്ടെന്നതാ ജീവിതത്തിന്റെ ചിട്ടകളൊക്കെ മാറുന്നു. സുബ്ഹാനല്ലാഹ്, തെളിഞ്ഞു നിൽക്കാൻ പോവുകയാണ്. അവസാനത്തെ തെളിച്ചം, അവസാനത്തെ മിന്നല്, അവസാനത്തെ പ്രകാശമതാ ആ ശരീരത്തിൽ പ്രകടമാകാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരാ, അവസാനത്തെ പ്രകാശം ആ ശരീരത്തിൽ വെളിവാകാൻ പോവുകയാണ്. മഹാന്മാരുടെ പവറതല്ലേ, മരണം മുൻകൂട്ടി കണ്ട മഹാന്മാര്. ഞാൻ നാളെ മരിക്കും, അടുത്ത് മരിക്കും, അതാ തൊട്ടടുത്ത ദിവസം മരിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞ മഹാന്മാര്. കണ്ട ഉമ്മ വരുന്നു, ആഴ്ചകൾക്കൊരാഴ്ച മുമ്പ് ഉമ്മ വരുന്നു, മോനെ നീ മടവൂരിലേക്ക് പോരുന്നില്ലേ? ആ സമയത്ത് ശൈഖുനാന്റെ മറുപടി, പ്രിയപ്പെട്ട ഉമ്മ, കരളിന്റെ കഷ്ടമായ ഉമ്മ, ഞാൻ അടുത്ത് മടവൂരിലേക്ക് വരുന്നുണ്ട്, നീ സ്ഥിരതാമസം മടവൂരിലാക്കാൻ പോവുകയാണ്. ഉമ്മ മനസ്സിലാക്കി, ഇനി എന്റെ മകൻ എന്റെ കൂടെ ജീവിക്കുമല്ലോ. ഉമ്മയതാ സന്തോഷത്തോടെ മടവൂരിലേക്ക് തിരിച്ചു പോകുന്നു. വഫാത്തിനെ ദാനം ദിനേ പൊന്നെ കണ്ടു തുടങ്ങി സൂചനയും പൊന്നെ. വഫാത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശൈഖുനായുടെ മരണത്തിന്റെ സൂചനകൾ കണ്ടു തുടങ്ങുകയാണ്. മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവർ, മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവർ. സമയത്താണ് ഒരു റമദാൻ, സുബ്ഹാനല്ലാഹ്, 27-ാം രാവിന് ഒരൊറ്റ വിളിയാളമാണ്. അതാ വിളിച്ചിട്ട് മുരീദുമാരെ വിളിച്ചിട്ട് പറയുന്നു, ഉള്ളാൾ തങ്ങളെ വിളിപ്പിക്കണം. റമദാൻ ശരീഫ് 28-നുള്ളാള് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങള്. അതാ നാളെ ഉള്ളാൾ തങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറയണം. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, വലിയുള്ള സിയമ്മോരെ കാണാനെത്തി അവിടെന്ന് ഏറെ നേരെ തങ്ങളെ ഇരുത്തി. ഒരുപാട് നേരം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ മുമ്പിലിരുത്തുന്നു. തങ്ങളും ശൈഖുനയും മാത്രമാണ് റൂമില്, മറ്റൊരാളില്ലല്ലോ.
സഹോദര മനസ്സിലാക്കണം. എന്നിട്ടതാ സിറായി താൻ സൂക്ഷിച്ച നിരവധി ഇൽമുകൾ, രഹസ്യമായി ഞാൻ സൂക്ഷിച്ചു വച്ച മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തില് ഞാൻ സൂക്ഷിച്ചു വച്ച, രഹസ്യമായി സൂക്ഷിച്ചു വെച്ച, സിറായി പഠിച്ചു വെച്ച ഒരുപാട് ഇൽമുകൾ, അതുപോലെ ദിക്റിന്റെ അനവധി ഇജാസത്തുകൾ, ഒരുപാട് ദിക്റിന്റെ ഇജാസത്തുകൾ തങ്ങൾക്കവർ അവിടുന്ന് നൽകി പൊന്നെ. ഇതിനൊക്കെ അർഹൻ സയ്യിദ് അവറുകൾ തന്നെ, സയ്യിദ് അവറുകൾ തന്നെ. അവിടുന്ന് തങ്ങളവറുകൾക്ക് എല്ലാം കൊടുക്കുന്നു, അവിടുന്ന് എല്ലാം പറയുന്നു. കാരണം മരിക്കാൻ പോവുകയാണ്, ഞാൻ റബ്ബിന്റെ അരികത്തേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞാൽ ഇവിടെ നിയന്ത്രിക്കാൻ ഒരാള് വേണം. കണ്ടോ സഹോദരങ്ങളെ, അങ്ങനെയെല്ലാം കൊടുക്കുന്നു. അങ്ങനെ മരണത്തിന്റെ ഒരു 3 ദിവസം മുമ്പ് സുബ്ഹാനല്ലാഹ് അവിടുന്ന് ഏതാനും ദിനം, അവിടുന്ന് ഏതാനും ദിനം മുൻമൗത്തിനും കൽപ്പിച്ചു ഖാദിമോട് ബാബുകൾ ഫതഹിനും. അതാ ഖാദിമീങ്ങളോട് പറയുന്നു, ഇനി വാതിലടക്കണ്ട, കാണേണ്ടവര് കണ്ടോട്ടെ, വരേണ്ടവര് വന്നോട്ടെ, വാതിൽ തുറന്നു കൊടുക്കൂ. മൂപ്പന്റെ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്, അറിഞ്ഞവർ ഓടുകയാണ്. സുബ്ഹാനല്ലാഹ് കേട്ടറിഞ്ഞവര് അതാ ഓടി ഓടി മൂപ്പന്റെ വീട്ടിന്റെ മുമ്പിലും പിമ്പിലും റോട്ടിലും അതാ ജനസാഗരം തീർത്തു പോയി. പുതിയങ്ങാടിയിൽ ജനസാഗരമാണ്, പാളയത്ത് ജനസാഗരമാണ്, കോഴിക്കോട് ടൗണിൽ ജനസാഗരമാണ്. കാരണം ശൈഖുന ഡോറ് തുറന്നിരിക്കുന്നു, ആ മുഖമൊന്ന് കാണാൻ, അവസാന നിമിഷമൊന്ന് സലാം പറയാൻ ആളുകൾ ഓടുന്നു. എന്നിട്ട് മഹാനായ ശൈഖുന പറയുന്നു, ഇവിടം വരും ജനം നിരവധി ജുമുഅ ദിനം, ഏവർക്കും അവസരം നൽകൂ കാണാനാദിനം. അതാ അടുത്ത ജുമുഅ ദിവസം, മറ്റതാ തൊട്ടടുത്ത ജുമുഅ ദിവസം, അതാ ശവ്വാൽ 4-ന് ഒരു ജുമുഅന്റെ ദിനമാണ്. അതാ പറയുന്നു 2 ദിവസം മുമ്പ് അതാ തൊട്ടടുത്ത ജുമുഅ ദിനം ഒരുപാട് ആളുകൾ ഇവിടെ വരും. അവർക്ക് അതാ എന്നെ കാണാൻ അവസരം കൊടുക്കൂ. വലിയുള്ള ശവ്വാൽ 4-ന് പിരിഞ്ഞു പോയി, അതോടെ ഭൂമിയിലെ ശോഭ മാണഞ്ഞു പോയി, അതോടെ ഭൂമിയിലെ ശോഭയും അണഞ്ഞു പോയി. വലിയോരേക്കാൽ കാക്കണേ റഹ്മാൻ, ദുനിയാവിലും പരത്തിലും തുണക്കണേ ദയ്യാന്. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി വൽ ആലി സുമ്മ സഹാബിഹിൽ മുഹ്തദി. സഹോദരങ്ങളെ, ശവ്വാൽ 4-ന് ഒരു ജുമുഅ ദിനം മഹാനായ ശൈഖുന കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തോട്, ഭൗതിക ലോകത്തോട് സലാം പറയുന്നു, പിരിഞ്ഞു പോകുന്നു. ഇന്ന് കണ്ടോ ജനമനസ്സുകൾ ജീവിച്ചിരിക്കുന്നു. ആ മഹാന്റെ പേരിൽ ദീനീ സ്ഥാപനങ്ങളാണ്, പള്ളികളാണ്, മദ്രസകളാണ്, കോളേജുകളാണ്, എത്രയെത്ര സ്ഥലങ്ങളാ സ്ഥലങ്ങളിലാണ്. മടവൂരിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, മക്കാമിന്റെ നേതൃത്വത്തിൽ യതീംഖാന, മക്കാമിന്റെ നേതൃത്വത്തിൽ ശരീഅത്ത് കോളേജ്, മക്കാമിന്റെ നേതൃത്വത്തിൽ ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, യതീംഖാനകളൊക്കെ നടക്കുന്നു. ഇപ്പുറത്ത് അതാ CM സെന്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. നിരവധി സ്ഥാപനങ്ങൾ CM വലിയുള്ളാന്റെ പേരിൽ തന്നല CM മർക്കസ് അങ്ങനെ തുടങ്ങിയിട്ട് സാധുവായ ഞാൻ ജോലി ചെയ്യുന്ന, ഞാനിപ്പോൾ സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങിയ വയനാട് CM സെന്റർ, അങ്ങനെ തുടങ്ങിയിട്ട് എത്രയെത്ര സ്ഥാപനങ്ങളാണ് മഹാന്റെ പേരിൽ നടന്നു വരുന്നത്. മഹാന്റെ പേരിൽ തൊട്ടതൊക്കെയും പൊന്നാണ്, മഹാന്റെ പേരിൽ തുടങ്ങിയതൊക്കെയും അതാ പടർന്ന് പന്തലിക്കുകയാണ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ആ മഹാനെ പറ്റി പഠിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ആ മഹാന്റെ ചരിത്രങ്ങളിലൂടെ ഞാനും നിങ്ങളും പടയോട്ടം നടത്തണം. എന്നിട്ട് ആ മഹാൻ ഈ ലോകത്ത് വരച്ചു കാണിച്ച ആത്മീയമായ റൂട്ട്, ആ റൂട്ടിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പോ അല്ലാഹു നമുക്ക് വലിയ ഫദ്ലുകൾ നൽകും. അഹദേവൻ വിളിക്കുന്നു വലിയൊരു റൂഹിനെ, അവിടുന്ന് പിരിയുന്നു ശവ്വാൽ 4 വെള്ളിയിൽ. അതോടെ ഭൂമിയിലെ താരവും പോലെയൊന്ന് വലിയുള്ള പിരിഞ്ഞിടുന്നേ, നമ്മെ വിട്ട് ഈ ലോകം മറഞ്ഞിടുന്നേ. വലിയുള്ള പിരിഞ്ഞിടുന്നേ, നമ്മെ വിട്ട് ഈ ലോകം മറഞ്ഞിടുന്നേ. ബഹുമാന വലിയൊരു ബർക്കത്ത് ഫളലാൽ തുണക്കണം കരീമേ നീ അനുഗ്രഹം പോലിവാൽ. തുണക്കണം കരീമേ നീ അനുഗ്രഹം പോലിവാൽ. ആരുമില്ലാത്ത അവസ്ഥയിൽ പോരെയെന്ന പേരിൽ അകർന്ന് കേടുന്നേ റബ്ബേ. അലിവിനായി തേടുന്നേ, അലിവിനായി തേടുന്നേ. അല്ലാഹ് മടബോരേ റളിയല്ലാഹു അൻസരിന്നോരേ റളിയല്ലാഹു മടബോരേ റളിയല്ലാഹു അൻസരിന്നോരേ റളിയല്ലാഹു മടബോരേ റളിയല്ലാഹു അൻസരിന്നോരേ. അതുകൊണ്ട് നിങ്ങൾ ഈ CM വലിയുള്ളാന്റെ ഉറൂസ് ഗംഭീരമായിട്ട് നടത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ ഇന്നലെ മടവൂരിന്റെ കറാമത്ത് ഒരു ചരിത്രം മാത്രം പറഞ്ഞപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നേർച്ചയിലേക്ക് ഒരു പോത്ത് ഒരു സഹോദരന്റെ വക, ക്യാൻസർ പിടിച്ച ഒരു സഹോദരി മരിക്കുമെന്ന് ഉറപ്പിച്ചപ്പോ, റേഡിയോഷൻ ചെയ്താൽ രക്ഷപ്പെടില്ലെന്ന് ഉറപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു, രക്ഷപ്പെട്ടാൽ പെണ്ണിന്റെ തൂക്കത്തിന്റെ മാംസം ഇവിടെ വെച്ച് നടക്കുന്ന നേർച്ചയിലേക്ക് നിങ്ങൾ തരാൻ തയ്യാറുണ്ടോ? എന്നാൽ രോഗത്തിന് ശിഫയുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, CM വലിയുള്ളാന്റെ കറാമത്ത് കൊണ്ട് പെണ്ണിന്റെ രോഗം മാറി. മനസ്സിലാക്കണം സഹോദരങ്ങളെ, അത്ഭുതങ്ങളാണ്. ഞാനിപ്പോൾ UAE പോയപ്പോ 9 സ്ഥലങ്ങളിൽ 9 റൂമുകളിൽ വെച്ചാണ് മടവൂരിന്റെ മൗലീദ് നടത്തിയത്. ആളുകൾ കൂടി അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മഹാന്റെ ഹളറത്തിൽ ശവ്വാൽ 4-ന് മഖാമിൽ ചിറ്റടിമീത്തൽ വീട്ടിൽ വെച്ചുകൊണ്ട് സാദാത്തുക്കളും ആലിമീങ്ങളും ആരിഫീങ്ങളും മഹാന്മാരും സംബന്ധിക്കുന്ന നേർച്ച നടക്കുന്നു. നിങ്ങളെല്ലാവരും സംബന്ധിക്കണം. 18-ാം തീയതി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വലിയ പരിപാടി നടക്കുന്നു. നിങ്ങൾ എല്ലാവരും ക്ഷണിക്കണം, തങ്ങൾക്ക് വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ തിരക്കിന്റെ ഇടയിൽ ശേഖരിച്ച അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് 2 മണിക്കൂർ ഞാൻ പറഞ്ഞത്. ഞാൻ സക്കീർ ഉസ്താദിനോട് പറഞ്ഞു, നിർത്തുന്നില്ല, 3-ാം ഭാഗവും പറയണം. CM-ന് ലോകം അറിയട്ടെ. നിസ്കാരവും നോമ്പും തഖ്വയും ഈമാനും കുറഞ്ഞ സാധുവായ എനിക്ക് രക്ഷപ്പെടാൻ, എന്റെ കുടുംബത്തിന് രക്ഷപ്പെടാൻ, അക്കാരണം കൊണ്ട് എന്റെ മാതാപിതാക്കൾക്ക് പടച്ചറബേ എനിക്ക് പ്രചോദനം നൽകിയ സക്കീർ മുസ്ലിഹാർ നാളെ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് ഈ ഒരു കാരണം കൊണ്ട് രക്ഷപ്പെട്ടാൽ സഹോദരങ്ങളെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കിട്ടുമല്ലോ. മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളൊന്നിനും പറ്റാത്തവരാണ്, ഹറാമുകൾ ഒരുപാട് ചെയ്യുന്നവരാണ്, ഹറാമുകൾ കേൾക്കുന്നവരാണ്, മഹാന്റെ പേര് പോലും നാവ് കൊണ്ട് പറയാൻ പറ്റാത്തവരാണ്. സയ്യിദന്മാരുള്ള സദസ്സിൽ വെച്ച്, പണ്ഡിതന്മാരുള്ള സദസ്സിൽ വെച്ച് റബ്ബേ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ.
ഞങ്ങൾ ഈ പരിപാടി വലിയ വിജയമാക്കി. ആരെങ്കിലും മഹാനവറുകളോട് സ്നേഹം പുലർത്തി മഹാനവറുകളെ പറ്റി പഠിച്ച് മഹാനവറുകളിലേക്ക് മടങ്ങിയാൽ അത് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും കിട്ടുന്ന വലിയ നേട്ടമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ഈ സദുദ്യമം നീ ബറക്കത്തുള്ളതാക്കണം റഹ്മാനെ, നീ റാഹത്തുള്ളതാക്കണം റഹ്മാനെ, നീ സന്തോഷമുള്ളതാക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, എന്റെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണം റഹ്മാനെ. ഇതിന്റെ എനിക്ക് പ്രചോദനവും ആവേശവും പകർന്ന് ബഹുമാനപ്പെട്ട സക്കീർ മുസ്ലിയാർ, പടച്ച റബ്ബേ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ, അദ്ദേഹത്തിന് റാഹത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ഞങ്ങൾക്കൊക്കെയും റാഹത്ത് നൽകണേ റഹ്മാനെ, ബറക്കത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك ألف صلاة وألف سلام وألف بركات على رسولك وحبيبك سيدنا محمد وعلى آله وأهل بيته وأصحابه وأتباعهم بإحسان إلى يوم الدين. وصل وسلم وبارك مثل ذلك على جميع الأنبياء والمرسلين وعلى آلهم وعلى أصحابهم وعلى أتباعهم وعلى ملائكتك الكرام كلهم أجمعين في كل وقت وحين. رب سبحانه وتعالى നാം ഈ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതും അതുമായി ബന്ധപ്പെട്ട എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇതിൽ വല്ല വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുമാറാകട്ടെ. തെറ്റുകൾ